Hello, my dear students. Welcome everyone to CBSE's first personalized chapter model tuition. So, welcome everyone. Everyone, keep your cameras turned on. Yes. Hi, all. Hi, Aradhya. Hi, Maithili. Aradhya remembers me, right? Aradhya ko ormille. Yes. Hi, Dhyan. Hi, Anne Mary. Hi, good evening, Nibin Josh. Good evening, everyone. എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മൾക്ക് ഇംഗ്ലീഷിന്റെ ബേസിക് ഗ്രാമർ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യാം. സോ വാട്ട് എവർ ദ ഡൗട്ട്സ് കൺസേൺസ് യു ഹാവ്, പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, എല്ലാവരും അവിടെ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. വെൽക്കം എവ്രി വൺ. യെസ്. സോ ഗുഡ് ഈവനിങ് എസിയ ബെനി സർ, ഐ നോ യു. ഹായ് സജിത്. ഓക്കെ, സജിത്തിന് എന്നെ അറിയാന്ന് പറയുന്നു. ഹായ് റിഹ റിയാസ്. യെസ്, റിഹയുടെ ഫുൾ ഫാമിലി ഉണ്ടല്ലേ, ബ്രദറൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഹായ് ദഖ്വാൻ, വാട്ട്സ് എ ഡൗട്ട്? ഹായ് ദഖ്വാൻ മുഹമ്മദ്. You know me. Okay, great, Daqwan. Yes, Daqwan. Fine then. Yes. So some of you guys remembers me. So let's check out the basic concepts of English. Are you ready, guys? If you guys are ready for the English basic class, everyone give me a double thumbs up to the camera, everyone. Quick. Yes. So fine then. If you are ready over there, we'll move forward. Yes. So make your dreams come true, guys, before we go. Sir, can you repeat your name? I forgot. Okay, my name is Manoj, guys. Manoj. Okay, Manoj, sir. Okay. So, എല്ലാരും ഓർത്തു വെക്കില്ല, എന്റെ പേര് മറന്നുപോയില്ലല്ലോ. Okay. Anne Mary wants to share something. Anne Mary, എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ. ഇത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ ഡേ വൈസ് കോൺസെപ്റ്റ് അല്ല, ചാപ്റ്റർ അല്ലല്ലോ, ഗ്രാമർ അല്ലേ. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമ്മള് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. യെസ്, ദേവനന്ദ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സരയു. 7:30 വരെ 1 hour ആണ് സെഷൻ. ഓക്കെ ദേവനന്ദ. യെസ് ദഖ്വാൻ പറഞ്ഞോ. അതിനകത്ത് ചാപ്റ്റർ അല്ലല്ലോ. മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ എന്ന് പറയുന്നത് ഒരു കോട്ടാണ്, ചാപ്റ്റർ നെയിം അല്ല. അല്ല, ബേസിക് ഗ്രാമർ ആണ് ഇന്ന് എടുക്കുന്നത്. ദഖ്വൻ. ഓക്കെ, ദഖ്വൻ ഒന്നും ഏത് ചാപ്റ്റർ ആണെന്ന് പോലും അറിയില്ല. സാർ ഇത് ഓൾറെഡി എടുത്തു. എടാ, ഡ്രീംസ് കം ട്രൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ, മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എഫേർട്ട് ഇട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന്. ഓക്കെ, യെസ് ധ്യാൻ. പറഞ്ഞോ. 7:30 വരെയാണ് ക്ലാസ്. ഓക്കെ, ആരാധ്യ പറഞ്ഞോളൂ. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ പറഞ്ഞതോളൂ. റീഹ പറഞ്ഞോളൂ. ഹായ് കശ്നാഥ്. യെസ്, റീഹ പറഞ്ഞോളൂ. എടാ, എല്ലാരും ഹാൻഡ് റൈസ് ചെയ്ത് വെറുതെ. സർ 7:30 അല്ലേ സർ, ഇന്ന് ഈ ചാപ്റ്റർ ആണോ? എടാ, എടുക്കുമ്പോ മനസ്സിലാവും, നമ്മൾ ചാപ്റ്ററിലേക്ക് പോയിട്ടില്ലല്ലോ. ഓക്കെ, ആദ്യം കോൺസെപ്റ്റ് ഒക്കെ കവർ ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾക്ക് ചോദിക്കാം. വെറുതെ ടൈം ഇതല്ലേ, ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടും എല്ലാവരും. അതായത് നോർമൽ ഡൗട്ട്സ് ഒക്കെ എല്ലാവരും പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ഇടും, ഞാൻ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം. ഓരോ ആൾക്കാരെ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും പറയുമ്പോഴേക്കും ആകെ 1 hour സെഷനേ ഉള്ളൂ. നമ്മളുടെ ക്ലാസ്സിന് ഇമ്പോർട്ടന്റ് ടൈം വേസ്റ്റ് ആയി പോകും. കോൺസെപ്റ്റ് ഒക്കെ, ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ നിങ്ങൾക്ക് മിസ്സാവും. യെസ് റിഹ പറഞ്ഞോ. മനോജ്. ഇതിനാണ് ഹാൻഡ് റൈസ് ചെയ്തത്. സാറിന്റെ പേരെന്താന്ന് ചോദിക്കാനാണ് ടീച്ചറെ ഹാൻഡ് റൈസ് ചെയ്തത്. എടാ, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചാറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ ക്ലാസ്സിന്റെ ടൈമാണ്, ബാക്കി എല്ലാ കുട്ടികളും വെയിറ്റിംഗ് അല്ലേ. യെസ്, ആരാധ്യ പറഞ്ഞോ. ആരാധ്യ, ക്ലാസ് തുടങ്ങിയതല്ലേ ഉള്ളൂ, ഞാൻ പറയാം. ഇന്ന് ബേസിക് ഗ്രാമർ ക്ലാസ് ആയതുകൊണ്ട് എക്സാം ഉണ്ടാവില്ല. ആരാധ്യ, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ചാറ്റ് ബോക്സിൽ ഇടുക. ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ ഡൗട്ട്സ് ചാറ്റ് ബോക്സിൽ ഇട്ട് നോക്കട്ടെ നിങ്ങൾ എത്ര സ്മാർട്ട് ആയിട്ടുണ്ടെന്ന് നോക്കട്ടെ. സ്മാർട്ട് സ്റ്റുഡൻസ് ചാറ്റ് ബോക്സിൽ ഇടും, സോ ദാറ്റ് ക്ലാസ് ടൈം വിൽ നോട്ട് ബി വേസ്റ്റഡ്. നമ്മൾ ക്ലാസ് ടൈം 1 hour എഫക്റ്റീവ് ആയിട്ട് ഇമ്പോർട്ടന്റ് ഗ്രാമർ പഠിക്കും. ഓക്കെ, സോ ഗ്രാമർ സെഷൻ ആയതുകൊണ്ട് ഇന്ന് എക്സാം ഉണ്ടാവില്ല. നമ്മളൊരു ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് അല്ലല്ലോ, സോ ഗ്രാമർ ആണല്ലോ പഠിക്കുന്നത്, സോ ഡെയിലി ടെസ്റ്റ് ഉണ്ടാവില്ല. സോ യു ക്യാൻ ടേക്ക് യുവർ ടൈം. വെരി ഗുഡ് ദഖ്വാൻ. യെസ്, അങ്ങനത്തെ മെന്റാലിറ്റി ആയിരിക്കണം എല്ലാവരും. മാക്സിമം ക്ലാസ്സിന്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട്
എല്ലാ കോമെന്റ്സും ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ക്ലാസ് വിൽ മൂവ് ഫോർവേഡ്. സോ ലെറ്റ്സ് ഗോ അഹെഡ് ഗൈസ്. So what's your name? Yes, Vedika, my name is Manoj. Manoj. New students കേട്ടിട്ടില്ലെങ്കിൽ Manoj, my name. Okay, please don't forget it. So let's move forward, guys. Daily life and routine. Okay. So daily life and routine നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? എല്ലാവരുടെയും ഡെയിലി ലൈഫ് റൂട്ടീൻ എങ്ങനെയാണ്? യു ഡോണ്ട് ഹാവ് ടു അൺമ്യൂട്ട്, ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട, ചാറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ ഡെയിലി ലൈഫ് റൂട്ടീൻ എന്താ. രാവിലെ എണീച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? രാവിലെ എണീറ്റ് എല്ലാവരും സ്കൂളിൽ പോവല്ലേ? 6th class I don't have grammar test. എസിയ, നമ്മൾ ക്ലാസ്സിൽ സബ്ജക്ട് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമർ അറിയണ്ടേ? അല്ലാതെ ഡയറക്ട്ലി ഗ്രാമർ ടെസ്റ്റ് അല്ല ഉണ്ടാവുക. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമർ അറിയണ്ടേ? ഏത് വേർഡ്സ് എവിടെ യൂസ് ചെയ്യുന്ന അറിഞ്ഞാലല്ലേ എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ, അല്ലേ എസിയ? യെസ്, അതിനു വേണ്ടിയിട്ടാണ് ഗ്രാമർ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ബ്രഷ് ടീത്ത്. ഓക്കെ, രാവിലെ എണിച്ചിട്ട് എല്ലാവരും ബ്രഷ് ചെയ്യും ടീത്ത്. ഓക്കെ, ദെൻ കമന്റ് ചെയ്തോട്ടെ, എല്ലാരും കമന്റ് ചെയ്തു. ആരും ഹാൻഡ് റൈസ് ചെയ്യേണ്ട ആൻസർ പറയാൻ വേണ്ടിട്ട്. യെസ്, ആര്? അല്ല, ഇംഗ്ലീഷിന്റെ കോമൺ ഗ്രാമർ ആണ്. യെസ്, ഇതിങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ഗ്രാമർ ഒന്നും ഇല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഫസ്റ്റ് ഐ വിൽ ഡ്രിങ്ക്. ഓക്കെ, വെള്ളം കുടിക്കും. വെരി ഗുഡ്. ടേക്ക് ബാത്ത്. ഓ, എല്ലാവരും കള്ളം പറയുന്നുണ്ട്. ആരും കള്ളം ഒന്നും ചാറ്റ് ബോക്സിൽ ഇടണ്ട. ടേക്ക് ബാത്ത്. ആരും കുളിക്കാറില്ല എന്ന് എനിക്കറിയാം. വെറുതെ നിങ്ങൾ കള്ളം പറഞ്ഞ് ചാറ്റ് ബോക്സിൽ ഇടേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനാണെങ്കിൽ പിന്നെയും പറയാം, ഞാൻ ഡെയിലി 2 പ്രാവശ്യം കുളിക്കാറുണ്ട്. നിങ്ങൾ കുളിക്കാത്തവരൊന്നും ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ സൂം ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് ഒരു സ്മെല്ല് വരുന്നുണ്ട്. സർ ഐ ഡു. ഓക്കെ, ആന്റോണിയോ പറയാണ് ഞാൻ കുളിക്കാറുണ്ട്. സർ വി ഫസ്റ്റ് ബാത്ത്. സർ ഐ ഹാവ് സോ മെനി ടു ഡു ലിസ്റ്റ്. ഓക്കെ, തക്കു എന്റെ ടു ഡു ലിസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്. ഓക്കെ, സ്കൂളിൽ പോകും ദേവനന്ദ. ഓക്കെ, പിന്നെന്താ? ഇപ്പൊ തണുപ്പും മഴയൊക്കെ ഉള്ളപ്പോ നിങ്ങൾ കുളിക്കാറുണ്ടോ? ഉണ്ടല്ലേ? വല്ലപ്പോഴും കുളിക്കും. നോ സർ, ഇറ്റ്സ് ട്രൂ. ഓക്കെ വേദിക, നോക്കാം. സോ ഡെയിലി ലൈഫ് റൂട്ടീനിൽ ബേസിക്കലി നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഇൻ ജനറൽ? ടോക്കിംഗ് അബൌട്ട് അവർ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ എന്തൊക്കെ അന്നത്തെ ഡെയിലി ചെയ്യുന്നു നോക്കും. അയൺ ഡ്രസ്. യെസ്, ബട്ട് ഇൻ ഹോട്ട് വാട്ടർ. ഓക്കെ, ചൂടുവെള്ളത്തിൽ നിങ്ങൾ കുളിക്കും. ഓക്കെ, ഫൈൻ. സോ ടോക്കിംഗ് അബൌട്ട് അവർ ഡെയിലി ആക്ടിവിറ്റീസ് യൂസിങ് കറക്റ്റ് ടെൻസസ്, നമ്മളുടെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ റൂട്ടീൻ ആണ് അല്ലെ? ലേണിംഗ് ന്യൂ ആക്ഷൻ വേർഡ്സ്. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഇത് ആഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ്. ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വീട്ടിലാണെങ്കിലും കുറച്ച് ഇടയ്ക്കൊക്കെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മളുടെ ഗ്രാമർ ഇംപ്രൂവ് ആവും. ഓക്കെ, മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾക്ക് പോവാം. സർ വാട്ട്സ് യുവർ ഡെയിലി റൂട്ടീൻ? ദേവനന്ദ, ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് ഫിറ്റായി നല്ല ഫുഡൊക്കെ കഴിച്ച് ഓഫീസിൽ വരും. അതാണ് എന്റെ ഡെയിലി റൂട്ടീൻ. ഇവിടെ ബാക്കിയുള്ള സാർമാരൊക്കെ ചിരിക്കുന്നുണ്ട്. സാർ വെറുതെ തള്ളല്ലേ, വർക്കൗട്ട് ഒന്നും ചെയ്യാറില്ല നമുക്കറിയാം. സരയൊക്കെ ഇപ്പൊ തന്നെ പറയുന്നുണ്ട്, സാർ തള്ളു. യെസ്, കാശ്നാഥ് പറഞ്ഞോ. എക്സാം ഇല്ലടാ. എടാ ഞാൻ പറഞ്ഞു എക്സാം ഉണ്ടോ? ക്ലാസ് 7:30 വരെയാണോ? സാറിന്റെ പേര് APJ അബ്ദുൽ കലാം എന്നാണോ? ഇതൊക്കെ ചോദിക്കാൻ ആൻഡ്രൈസ് ചെയ്യണ്ടടാ, ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാ മതി കാശ്നാഥേ. ഓക്കെ, എക്സാം ഇല്ല, ഇംഗ്ലീഷ് ഗ്രാമർ ആയതുകൊണ്ട് എക്സാം ഇല്ല കേട്ടോ. ഓക്കെ, ഫൈൻ. ഇവിടെ നോക്കുക, ഡെയിലി ലൈഫ് റൂട്ടീൻ എല്ലാവരും ബുക്ക് എടുത്ത് എഴുതിയേ. ക്വിക്ക്. ഈ 3 പോയിന്റ്സ് ആണ് ഡെയിലി ലൈഫ് ആൻഡ് റൂട്ടീൻ. സൈഡ് ഹെഡിങ് കൊടുക്കുക. ഈ 3 പോയിന്റ് നിങ്ങൾ എഴുതണം. ഓക്കെ, സോ ഈ 3 പോയിന്റ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് 3 പോയിന്റ്സ്? ടോക്കിംഗ് അബൌട്ട് ഡെയിലി ആക്ടിവിറ്റീസ്, യൂസിങ് കറക്റ്റ് ടെൻസസ്, ലേണിംഗ് ന്യൂ ആക്ഷൻ വേർഡ്സ്. Color change not possible. Quick. Sir, I am new in your class. Hi Devananda, welcome. Hi Dhyan. Dhyan ഇപ്പൊ ചോദിക്കും, സർ ശ്വാസം വലിക്കാമോ? യെസ് ധ്യാൻ, ശ്വാസം വലിച്ചോളൂ. സ്ലൈഡ് കാണിക്കാണ്. എടാ അത് ഞാൻ എഴുതാൻ നോക്കുമ്പോ മാറിപ്പോയതാ, പെട്ടെന്ന് എഴുതിക്കോ. എടാ അത് നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്ത് കുറവാണെങ്കിലാണ് ബ്ലർ ആയിട്ട് കാണുക. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? യെസ്. Could be tough. Students are writing. There is no other way. Ask them. One second, guys. എടാ എഴുതുന്നവരൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ. ഞാനിവിടെ PPT ഒന്ന് സ്വിച്ച് ചെയ്യട്ടെ.
വൺ സെക്കൻഡ്. ഇപ്പൊ എല്ലാവർക്കും കാണുന്നില്ല ഫസ്റ്റ് സ്ലൈഡ്? ഓക്കെ, ഞാൻ ഇനി ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോടാ ധ്യാൻ? ബെറ്റർ അല്ലേ? സ്ക്രീനിൽ എഴുതിയത് കാണുന്നില്ലേ ധ്യാൻ? യെസ്, പെട്ടെന്ന് എഴുതിക്കോ. ഡെയിലി ലൈഫ് ആൻഡ് റൂട്ടീൻ. നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ കുറച്ച് ബ്ലർ ആയിട്ട് കാണും കേട്ടോ. യെസ് സർ, വി ഹാവ് ട്രൈ ദിസ്. യെസ് കാശ്നാഥ്, ഈ 3 പോയിന്റ്സ് പെട്ടെന്ന് എഴുതിക്കോ, എഴുതണം കേട്ടോ. ബ്ലർ ആയിട്ട് കാണുന്നവർ നെറ്റ്വർക്ക് നോക്കുക. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ്. നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സ്ക്രീൻ ബ്ലർ ആയിട്ട് കാണും. മനസ്സിലായി? നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വീഡിയോ ബ്ലർ ആയിരിക്കും ഇടയ്ക്ക്. എപ്പോഴാ? നമ്മളുടെ നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ അങ്ങനെ ആവും. മനസ്സിലായോ? യെസ് യെസ് ഇബ്രാഹിം പറഞ്ഞോ. കുഴപ്പമില്ല ഇബ്രാഹിം, ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാമറ പ്രോപ്പറായി വെക്കൂ. ഇബ്രാഹിമിന്റെ ഫേസ് കാണുന്ന പോലെ വെക്കൂ. ക്വിക്ക്. യെസ് ധ്യാൻ പറഞ്ഞോളൂ. അതാ പറഞ്ഞത് ധ്യാന്റെ നെറ്റ്വർക്ക് സ്ലോ ആണ്. ധ്യാൻ ഒന്ന് പാരന്റ്സിനോട് പറയൂ, റീജോയിൻ ചെയ്ത് നോക്കൂ. എടാ കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ടോക്കിംഗ് അബൌട്ട് അവർ ഡെയിലി ആക്ടിവിറ്റീസ്. ഡെയിലി ആക്ടിവിറ്റീസ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ്, യൂസിങ് കറക്റ്റ് ടെൻസസ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. തേർഡ് പോയിന്റ്, ലേണിംഗ് ന്യൂ ആക്ഷൻ വേർഡ്സ്. ന്യൂ ആക്ഷൻ വേർഡ്സ് പഠിക്കാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആക്ഷന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വാക്കിംഗ്, അതൊരു ആക്ഷൻ അല്ലേ? എന്തെങ്കിലും കൈൻഡ് ഓഫ് ആക്ഷൻ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്മൈൽ. ലെറ്റ്സ് ബിഗിൻ. സോ മേജർ ഡെയിലി റൂട്ടീൻസ് ഒന്ന് എഴുതി വെക്കാം, നമ്മൾ ചെക്ക് ചെയ്യാം. Wake up, brush teeth, drink water, breakfast, go washroom, get ready for school, go to school, after school eat snacks, play, study, eat dinner, sleep. Okay, ഇതാണ് സജിത് കൃഷ്ണയുടെ റൂട്ടീൻ. ടുഡേസ് ഇംഗ്ലീഷ് ഗ്രാമർ. ദേവനന്ദ ചോദിക്കാണ്, സർ ടുഡേസ് ഇംഗ്ലീഷ് ഓർ ഗ്രാമർ? എടാ ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ഇന്ന് ദേവനന്ദ. ഇന്ന് ചവിട്ട് നാടകമാണെന്ന് പറഞ്ഞാൽ സർ ഇന്ന് ചവിട്ടാണോ നാടകമാണോ എന്ന് ചോദിക്കരുത്. ഇന്ന് ചവിട്ട് നാടകമാണ്, മനസ്സിലായോ? അല്ലാതെ ഗൈസ് ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമർ ആണെന്ന് പറയുമ്പോ സാർ ഇന്ന് ഇംഗ്ലീഷ് ആണോ ഗ്രാമർ ആണോ എന്ന് ചോദിക്കരുത്. പൊന്നെ ഇവിടെ എഴുതി കഴിഞ്ഞോ? ക്യാൻ വി മൂവ് ഫോർവേഡ് ഗൈസ്? ഇവിടെ കുറെ പേര് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്തിരുന്നേ. മൈഥിലി, നജ, ഫാത്തിമ, അഭിനന്ദ്. ഞാൻ പേര് വിളിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഓൺ ചെയ്തിരിക്കുക. ക്ലാസ് ടീച്ചർ ഡയറക്ട്ലി പാരന്റ്സിനെ വിളിക്കുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്തിരുന്നേ. ഒരാളും ക്ലാസ്സിൽ ക്യാമറ ഓഫ് ചെയ്തിരിക്കരുത്. ക്വിക്ക്. യെസ് 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 യെസ്. റിയ, ഋഷികേഷ്, ഷസിയ, ഫാത്തിമ, നബീൽ, അനശ്വര, തന്മയ. ക്വിക്ക്. പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്തിരുന്ന ഒരാൾ എന്റെ ക്ലാസ്സിൽ ക്യാമറ ഓഫ് ചെയ്തിരിക്കരുത്. നോട്ട് ഈവൻ വൺ സിംഗിൾ സ്റ്റുഡന്റ്. ഒരാൾ പോലും ക്യാമറ ഓഫ് ചെയ്തിരിക്കരുത്. ഞാൻ ഡയറക്ട്ലി വെയിറ്റിംഗ് റൂമിലേക്ക് റിമൂവ് ചെയ്യുന്നതായിരിക്കും. ക്വിക്ക്. നിങ്ങൾ ക്ലാസ് മൊത്തം മിസ്സാവും. ഇമ്പോർട്ടന്റ് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യ കൃഷ്ണയുടെ റൂട്ടീൻ വേക്കപ്പ്. ഓക്കെ, വേദിക. റിയ എന്താ ക്യാമറ ഓൺ ചെയ്യാത്ത? അനശ്വര ക്വിക്ക്. ക്യാമറ ഓൺ ചെയ്തു റിയ ആൻഡ് അനശ്വര. ക്വിക്ക്. ലാസ്റ്റ് വാർണിംഗ് ആണ് റിയ ആൻഡ് അനശ്വര. നബീൽ ഓൾസോ ക്വിക്ക്. ക്യാമറ ഓൺ ചെയ്തിരുന്നോ? ക്വിക്ക്. റിയ കാണാൻ പറ്റുന്നില്ല, ക്യാമറ ഇഷ്യൂ ആണോ? അനശ്വര ക്വിക്ക്. നബീൽ ക്വിക്ക്. ക്യാമറ ഓൺ ചെയ്തിരുന്നോ? ക്വിക്ക്. സമയം കളല്ലേ. കാർത്തിക്. യെസ് സർ, യു ആർ ആൻ ആർട്ടിസ്റ്റ്. യെസ് ആരാധ്യ, എന്റെ ആർട്ട് വർക്ക് ഒക്കെ എല്ലാരും കാണാൻ പോകുന്നതുള്ളൂ. യെസ് നജ, ഫാത്തിമ എന്തെങ്കിലും പറയാനുണ്ടോ? ആരെ കാണിക്കാൻ? അർജുൻ സാറിനെ കാണിക്കാനോ? ഓ ഇന്ന് കാണിക്കാൻ പറ്റില്ല നജാ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാറ്റ് ബോക്സിൽ ഇട്ടോ കേട്ടോ. കോൺസെപ്റ്റ് നമ്മൾ കവർ ചെയ്യട്ടെ. യെസ് കാശ്നാഥ്, അർജുൻ സാർ ഇന്ന് ബിസിയാന്ന് തോന്നുന്നു, ഇന്ന് ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ കാശ്നാഥ് പറഞ്ഞോ. പെട്ടെന്ന് എഴുതിക്കോ കാശ്നാഥ്. ധ്യാൻ പറഞ്ഞോ. ഇല്ലടാ ഇന്ന് ചവിട്ട് നാടകം. എടാ ഇന്ന് ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ ഞാൻ 10 പ്രാവശ്യമായി പറയുന്നു ധ്യാൻ. മക്കളെ എന്നെ ഒന്ന് കൊല്ല്. ധ്യാൻ ഇംഗ്ലീഷ് ഗ്രാമർ. ഞാൻ ഇമ്പോഷൻ എഴുതണോ സ്ക്രീനില്? എടാ ഇംഗ്ലീഷ് ഗ്രാമർ. ഗ്രാമർ ഇല്ലാതെ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ട് എക്സാമിന് എങ്ങനെ ആൻസർ ചെയ്തോടാ? ഞാൻ സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്നു, എന്നിട്ടും കേട്ടില്ല. ധ്യാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞപ്പോ ധ്യാൻ കേട്ടില്ല എന്ന് പറയും. ധ്യാൻ ഇത്രയും സമയം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാധ്യ പറഞ്ഞോ പെട്ടെന്ന്. ഓക്കെ ഓക്കെ. ശരി ആരാധ്യ പറയുന്ന വിഷയം ഞാൻ പഠിപ്പിക്കാം. ആരാധ്യ കുഴപ്പമില്ലല്ലോ, നമ്മൾ ഗ്രാമർ പഠിച്ച പോരെ, ഇത് കുഴപ്പമില്ലല്ലോ. Sir, if your name is Manoj, yes, my name is Manoj. Hi, Saira.
No, don't write let's start with a smile. No, let's start with a smile is an instruction for you. Aben ഇങ്ങനെയൊക്കെ ആക്കുന്നത്. Aben എന്നെ കളിയാക്കണോ? Should we kill you with a knife or tongue? ആ, എന്നെ കത്തി കൊണ്ട് കൊല്ലേണ്ടി വരും. നാവ് വെച്ച് നിങ്ങൾക്ക് കൊല്ലാൻ പറ്റില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞു ജയിക്കും. ഓക്കെ, യെസ്. So let's move forward guys. Words of the day. So important words എല്ലാവരും എഴുതിക്കോ. Words of the day എന്ന് സൈഡ് ഹെഡിങ് കൊടുക്കുക. എടാ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, I'll unmute ദേവനന്ദ, what do we read this first word? ഈ first word എന്താ വായിക്കുക? ഒന്ന് പറഞ്ഞേ. I've closed the slide and added again, still unable to change. Wait. Yes, ദേവനന്ദ പറഞ്ഞോ. ദേവനന്ദ ഓടി. നമ്മൾക്ക് എന്നാ പിന്നെ ദേവനന്ദ ഓടി രക്ഷപ്പെട്ട സ്ഥിതിക്ക് കുറെ പേര് ഹാൻഡ് റൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എടാ ഞാൻ വിളിക്കാം. ഏബൻ കുരുത്തക്കട വിളിച്ച് അടി കിട്ടുണ്ടാ. ആ ഏബൻ ഷെഡ്യൂൾ ആണോ? അല്ല, ദേവൻ പറയാണ് അല്ല അല്ല ഷെഡ്യൂൾ അല്ല. ആരാധ്യ എന്താ വായിക്കാ? എടാ ഹാൻഡ് റൈസ് ചെയ്യണ്ട, ആര് ഹാൻഡ് റൈസ് ചെയ്യണ്ട, ഞാൻ തന്നെ വിളിച്ചോളും. ആര് ഹാൻഡ് റൈസ് ചെയ്യണ്ട ആൻസർ ചെയ്യാൻ ഞാൻ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് എനിക്ക് വിളിക്കണം. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് എല്ലാവരും അറിയുന്നവരായിരിക്കുമല്ലോ ഹാൻഡ് റൈസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ വേണ്ട. Yes, yes, yes. Okay, okay. Yes, yes. പറഞ്ഞോ. Schedule. Okay, ആരാധ്യ almost close. Perfect. ദേവനന്ദ പറഞ്ഞോ. Yes, yes. Yes, not schedule. It's not schedule. Then what else? What do you think? In this I've changed. In this window it's possible. But over here it's not possible. Yes. So now, first word we should not read it as. Yes. First word you have to read it as schedule. When I write, see. Automatically the slide is changing. I'm unable to write. Okay. So whenever I write something, see. So guys, the first word we should not say it as schedule. It is actually schedule. Got it, everyone? Everyone repeat it. Okay, Aben was very close, isn't it? Aben was very close. Aradhya was perfect. Yes, isn't it? Yes, Aben and Aradhya, everyone who has answered very good. So it is schedule. Got it? Yes, it is schedule. So if it's not working, what do you have to do? No. I'm not pressing it usually. Yes. CBC. I'm not pressing this. Okay. Fine. Anyways, I'll check right now. So guys, everyone, learn the first word schedule. Second one exercise. Perfect, I guess. No. See. Not doing anything. Exercise. So you're too funny. Okay, Adi Krishna. So everyone, did you write the words? Hello, words. How many words we had? How many words we have? We had 4 words, right? So you are the best person in your character and in class also. Okay, thank you, Dakwan. So guys, how many words we had? Everyone, do you remember the words? Everyone comment here. Are you hand raise ചെയ്യണ്ട? Hand raise ചെയ്യണ്ട. Doubt ഉണ്ടെങ്കിൽ മാത്രം hand raise ചെയ്യുക. Answers ഒക്കെ comment ചെയ്താൽ മതി. Quick, chat box ലിട്ടോ. എല്ലാവരും words chat box ലിട്ടോ. Let me see. Quick. How many words we have? The first word was schedule, isn't it? Second word was exercise, isn't it? Second word was exercise. Exercise, isn't it? Do you remember, guys? Third one, prepare. Schedule, exercise. Color unable to change.
schedule, exercise, prepare. Schedule, exercise, prepare, manage. Everyone, നിങ്ങൾ ഈ വേർഡ്സ് എഴുതിയാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? You should make sure you are able to pronounce it properly. Okay? Pronunciation perfect ആയിരിക്കണം. നമ്മൾ ഒരിക്കലും എക്സർസൈസ് എന്ന് പറയരുത്, പ്രിപ്പയർ എന്ന് പറയരുത്. Prepare. Everyone, quick. Prepare. Try ചെയ്ത് everyone. നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ആണ് നോക്കുക. We should not check British English or American English. We'll check Indian English pronunciation. So it is exercise. Okay, ആരും exercise എന്ന് പറയരുത്, prepare എന്ന് പറയരുത്, prepare. Got it? R എന്ന ലെറ്ററിന്റെ pronunciation properly stress ചെയ്യേണ്ട കാര്യമില്ല. It is prepare. പിന്നെ when it comes to the next word, it is manage. Everyone, manage. Everyone, repeat. Manage. Very good, Naja. Very good, Aradhya. Very good, Sapta. Yes. Manage. Yes. Next one, what it is? It is rest. Rest എന്ന് പറയുന്നത് rest. It's not rest. Rest എന്ന് പറയുന്നത് തുരുമ്പാണ്, isn't it? It's fine. Words, learning the words, how to pronounce the words. You want to sit here? So it is rest. Got it, everyone? Yes. So everyone, once you're done with the word, we'll move forward. Pray them. Learn all these words. How many words we have? 5 words we have, right? Okay, great. Much better, I guess. So we'll use some sample sentences using these words. Okay. So we have learned schedule, exercise, prepare, manage, rest. Okay. So how will we use these words in a sentence? So the first one, I have a busy schedule. Everyone, I have a busy schedule. Everyone know this down? Second one, I exercise every morning. No. No. Still it's same. Okay. So I have a busy schedule. Everyone know this down quick. Second one, I exercise every morning. So we need to write this. Yes, you should write this, guys. Sample sentences using those words you have to write. Yes, Tyra, what do you wanted to add? Only 5 words. How many words you have written? 2, only 2. Why? See, the words are over here. I'll underline. Just give side heading word of the day and write these words. Schedule, exercise, prepare, manage. Don't say prepare, it is prepare. Manage and rest. Don't say rest, it is rest. So everyone write the example sentences. Quick. Once you're done, let me know. 5 sentences we have. So how to use these words in the sentences? So that's how you learn, isn't it? നമ്മൾ വെറുതെ ഓരോ വാക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ മക്കളെ? ഇല്ല അല്ലെ? ആ വേർഡ്സ് എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ മേജർലി ഗ്രാമർ ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലെ? പിന്നെ ഓരോ വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. Even though it is grammar, you should make sure that you are able to pronounce the word properly. That is the major thing. Okay? So നമ്മൾ randomly ഒരു word പഠിച്ചു. Okay, fine. I'll pronounce it like schedule. Schedule എന്ന് പറയുന്നത് schedule. Got it? Hello sir, I'm Aish. Hi Aish. So may I go to drink water? Yes, Antonio. Yes, Anne Mary. What's your doubt? Accidentally hand raised. Okay. Hi Saira. Your doubt is cleared, right? Yes. Fine. So guys, can we move forward? Everyone done with 5 sentences? Quick. Yes, Kashinath, what's your doubt? പെട്ടെന്ന് കാശിനാഥ് പെട്ടെന്ന് എഴുതിക്കോളൂ. നമ്മൾ ഫസ്റ്റ് വേർഡിന്റെ മീനിങ് എന്താ? ഐ ഹാവ് എ ബിസി സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ഇന്ന് കുറെ ആക്ടിവിറ്റീസ് ചെയ്ത് തീർക്കാനുണ്ട്. ബിസി സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും പ്രോപ്പർലി സ്കെഡ്യൂൾ ചെയ്ത് വെക്കും അല്ലെ? മോർണിംഗ് വിൽ ബ്രഷ് അവർ ടീത്ത്. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ടേക്ക് ബാത്ത്. യു ഗൈസ് വോണ്ട് ടേക്ക് ബാത്ത്, ഐ നോ ദാറ്റ്. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഐ വിൽ ടേക്ക് ബാത്ത്. ഓക്കെ. ആഫ്റ്റർ ദാറ്റ് I go to school. Oh, ഞാൻ സ്കൂളിൽ പോകാറില്ല, sorry. You guys go to school, I go to office, isn't it? So this is how we plan our day, isn't it? So obviously എനിക്ക് കുറെ works ഉണ്ടെങ്കിൽ what I'll say to my friends, today I have a busy schedule, isn't it? So that's how we use the sentences. Hi Ayush. Hi.
I can see you. Yes. Next one, I prepare my school bag at night. Next day നമ്മൾക്ക് സ്കൂൾ ഉണ്ടെങ്കിൽ the day before that നമ്മൾ സെറ്റ് ചെയ്യും അല്ലേ? യെസ്. സരയു പറയാണ് വി ടേക്ക് എ ബാത്ത് ഡെയിലി. സരയു വെറുതെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിശ്വസിക്കില്ല. ഓക്കെ, ഐ മാനേജ് മൈ ടൈം വെൽ. വെരി ഗുഡ്. നമ്മൾ ടൈം പ്രോപ്പർലി മാനേജ് ചെയ്യണം, ഇസ്ന്റ് ഇറ്റ്? നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളോട് സ്നേഹമില്ലാണ്ടാണോ? ഹാൻഡ് റൈസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? അല്ല. നിങ്ങൾ ഓരോ കുട്ടികളെ ഹാൻഡ് റൈസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്ലാസ്സിന്റെ ടൈം വേസ്റ്റ് ആവും. സോ ബെറ്റർ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാശ്നാഥ്, തന്മയ ചാറ്റ് ബോക്സിൽ ഇടുക. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇടുക, സാർ മാറ്റല്ലേ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താ, നമുക്ക് ടൈം ലാഭിക്കാം. ഞാൻ എക്സ്പ്ലെയിനും ചെയ്യും, ചാറ്റ് ബോക്സിൽ വായിക്കുകയും ചെയ്യും. ഓക്കെ, ഏബിൻ അവിടെ ഡിസ്കോ കളിക്കുന്നത്. ഏബിൻ ഞാൻ സ്പോട്ട് ലൈറ്റ് ചെയ്യും കേട്ടോ, ഹോൾ ക്ലാസ് റൂം കാണും. ഓക്കെ, I'll check, sir. Everyone എഴുതി കഴിഞ്ഞില്ലേ? Can we move all the 5 points? Did you finish writing? No, it's better, I guess. See. Okay, good. Okay. So grammar of the day will jump on to tenses. Okay. നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ വേർഡ്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം. സർ, ഐ ലൈക്ക് യു, താങ്ക് യു. യെസ്, സി, നമ്മൾ ബേസിക്കലി ടെൻസസ് ചെക്ക് ചെയ്യുമ്പോൾ വി ഹാവ് ആയുഷ് നോട്ട് ഫിനിഷ്ഡ്. ആയുഷ്, പ്ലീസ് ഡോണ്ട് ടേക്ക് 10 years. 10 വർഷം ഈ സ്ലൈഡിൽ ഇരുന്ന പോർഷൻ തീരില്ലല്ലോ, പെട്ടെന്ന് എഴുതാ അല്ലെ? 2025 will end soon. Quick. ഇബ്രാഹിം പ്രോപ്പർലി ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുക കേട്ടോ. യെസ്. ഇല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും. നിങ്ങൾ പെട്ടെന്ന് എഴുതിയില്ലെങ്കിൽ എന്റെ പണിഷ്മെന്റ് ഉണ്ട്. എന്റെ പാട്ട് സഹിക്കാന്ന് വെച്ചാൽ അത്രയും വലിയ പണിഷ്മെന്റ് വേറെ ഇല്ല. ഇമ്പോസിഷൻ തന്നാൽ പോലും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. എന്റെ പാട്ട് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഓക്കെ, സോ എന്നെ പേടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുത്തോ. ഇപ്പോഴും ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരുണ്ട്. എന്റെ പൊന്നെ, ഇവരെയൊക്കെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പാരന്റ്സിനോട് പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കി, വലിയ പ്രശ്നമായി. എടാ, ക്യാമറ ഓൺ ചെയ്തിരിക്കടാ. ഓൺലൈൻ ക്ലാസ്സിൽ ക്യാമറ ഓഫ് ചെയ്തിരുന്ന ഞാൻ പേരുകൾ ക്ലാസ് എടുക്കുന്ന പോലെയോ. പെട്ടെന്ന് ഋഷികേഷ്, നെയ്തൻ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, പേര് ഒളിപ്പിക്കല്ലേ. ദിയ, ലിറ്റോ, തന്മയ, മേവിഷ്, ഋതുദേവ്, ശ്രീപാത്തൻ, അൽതാഫ്. സാന്ദ്ര ടീച്ചറോട് പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലാസ് ടീച്ചറാണ്. ബാക്കി എല്ലാരും ക്യാമറ ഓൺ ചെയ്തിരിക്കുക. ഓക്കെ, യെസ്. സിംഗ്. ഞാൻ പാടും. നിങ്ങൾ പ്രോപ്പർലി എഴുതാത്തപ്പോ ഞാൻ പാടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സാർ ഇനി ജീവിതത്തിൽ പാടരുത്. യെസ്. സോ grammar of the day, tenses, different tenses. Let's check out this. So the first one, past tense. Past എന്ന് പറഞ്ഞാൽ എന്താ? Past. It's already over. അല്ലേ? Isn't it? Past tense means something which is already done. So past tense, for example, talks about what already happened. Already കഴിഞ്ഞ സംഭവത്തിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പറയുക. In the case of past tense, talks about what already happened. Okay? So for example, ഒരു example sentence നോക്കിക്കോ. I played football yesterday. Very good example അല്ലേ? ഫുട്ബോളേഴ്സ് ഉണ്ടോ എന്റെ ക്ലാസ് റൂമിൽ? Wave your hands to the camera. ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട. അയ്യോ, ഹാൻഡ് റൈസ് ചെയ്യണ്ട. Wave your hands to the camera. Footballers, everyone. Yes, Ibrahim, Eben. കുറെ പേരുണ്ട്, isn't it? Nandita, Maithili. Yes. Siddharth. Yes, lot of students play football in my classroom. Very good. Okay. Fine. So റൊണാൾഡോ ഫാൻസ് ഒക്കെ ഡബിൾ തംസ് അപ്പ് കാണിക്കാം. മെസ്സി ഫാൻസ് ഒക്കെ സിംഗിൾ തംസ് അപ്പ് കാണിക്കാം. എത്ര റൊണാൾഡോ ഫാൻസ്, എത്ര മെസ്സി ഫാൻസ് ഉണ്ടെന്ന് നോക്കട്ടെ. യെസ്, കുറെ റൊണാൾഡോ ഫാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ റൊണാൾഡോ ഫാനാണ്, എന്നാലും മെസ്സി ഫാൻസ് ഉണ്ട്. ഓക്കെ, സിംഗിൾ തംസ് അപ്പും കുറെ പേര് കാണിക്കുന്നുണ്ട്, കുറെ മെസ്സി ഫാൻസും ഉണ്ട്. ഓക്കെ, സർ, ഐ ഡു മൈ PO is left wing. Okay, position is left wing. Very good, Antonia. Fine. So ഇത് നോക്കുക. I played football yesterday. Very good example. എല്ലാവരും ബുക്കിൽ എഴുതിയ past tense, already done. Talks about what already happened. Already നടന്ന കാര്യത്തിനെ കുറിച്ച് പറയും. So for example, I played football yesterday. പെട്ടെന്ന് എഴുതിക്കോ. എന്നിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യാം. ആദി കൃഷ്ണ പറയാണ് അങ്കര മെസ്സി. യെസ്, മെസ്സിയുടെ കമന്ററി ഉണ്ടല്ലേ, അങ്കര മെസ്സി, ഗോൾ അങ്ങനെ പറയല്ലേ. Yes, this is how I sing songs. Yes. Quick. Aditi, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Aditi, all good? Yes. Dakwan? I got stuck. Okay, fine. Now you can hear me, right? Properly കേൾക്കാൻ പറ്റുന്നില്ലേ? Okay, fine. You didn't miss anything. That one, I was just discussing the tenses. This is the slide before it. After this. Last slide, that one already എഴുതിയതാണ്. ഈ സ്ലൈഡ് ആണ് നമ്മൾ ആകെ ചെക്ക് ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് എഴുതിക്കോ. പാസ്റ്റ് ടെൻസ് എന്താണെന്ന് എഴുതിക്കോ. Ronaldo is you. Messi makes the room messy. Yes, correct. Yes.
സോ പ്രസന്റ് ടെൻസ് എക്സാമ്പിൾ എന്താ? പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താ? പ്രസന്റ്. വാട്ട് ഈസ് പ്രസന്റ്? നമ്മൾ കറന്റ്ലി എന്താണോ സംഭവിക്കുന്നത്, ദാറ്റ് ഈസ് പ്രസന്റ്. isn't it? Talks about what is happening now. isn't it? Something which happens now, that is present. So for example, I go to school every day. ഓ, അത് കള്ളമായി പോയി അല്ലേ? നിങ്ങളൊന്നും പ്രോപ്പർലി സ്കൂളിൽ പോകാറില്ലല്ലോ അല്ലേ? അല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഐഡിയൽ ആയിട്ട് സ്കൂളിൽ പോകുന്ന നല്ല കുട്ടികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളെ കുറിച്ചല്ല. ഓക്കെ, ഡെയിലി സ്കൂളിൽ പോകുന്ന നല്ല കുട്ടികളെ കുറിച്ചാണെങ്കിൽ വി ക്യാൻ സേ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഗോട്ട് ഇറ്റ്? യെസ്. ആരാധ്യ പറയാണ് ഞാൻ സാർ ഞാൻ എപ്പോഴും പോകും, എന്നെ കുറ്റം പറയരുത് അല്ലേ? ആര്യൻ? യെസ്. എല്ലാരും സ്കൂളിൽ പോകാറുണ്ടല്ലേ ഡെയിലി? തന്മയ പോകാറുണ്ടോ? ഋതുദേവ് ഒന്നും സ്കൂളിൽ പോകാറില്ലെന്ന് തോന്നുന്നു, ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണ്. സാർ ഇങ്ങനെ ക്യാമറ ഒക്കെ ഓൺ ചെയ്താൽ സാർ എന്നെ കാണൂലേ അല്ലെ? ഇവിടെ ഫോക്കസ് മോഡാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഫോക്കസ് മോഡാണ്. സ്റ്റുഡൻസ് കാൺ സീ ഈച്ച് അതർ. നബീലൊക്കെ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ വരെ ക്യാമറ ഓൺ ചെയ്തിരിക്കുകയാണ്. ഡെഡിക്കേഷൻ നോക്കി നബീലിന്റെ. അതുപോലെ ഋഷികേഷും തന്മയും എല്ലാരും ക്യാമറ ഒക്കെ ഓൺ ചെയ്തിരിക്കുക. പുറത്താണെങ്കിലും കുഴപ്പമില്ല, ക്ലാസ് ഇമ്പോർട്ടന്റ് അല്ലേ? ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്തിരുന്നാലല്ലേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. യെസ് ഋതുദേവ്, തന്മയ എന്താണ് ഇഷ്യൂ പറഞ്ഞോ? സർ ഈവൻ ഓൺ സൺഡേ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഓ, സൺഡേ വരെ സ്കൂളിൽ പോകുന്നതാണ് സൈറ പറയുന്നത്. ഓക്കെ, ഫൈൻ ഫൈൻ. ഇങ്ങനൊന്നും സ്കൂളിൽ പോയി സ്കൂളുകാർ വെറുപ്പിക്കരുത്. ഫൈൻ. എനിവേസ്, പ്രസന്റ് ടെൻസ് എല്ലാവരും എഴുതിക്കോ. പ്രസന്റ് ടെൻസ് എന്താണെന്ന് എഴുതിക്കോ ക്വിക്ക്. പ്രസന്റ് ടെൻസ് ടോക്സ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. റൈറ്റ് നൗ എന്താണ് സംഭവിക്കുന്നത്, ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. So for example sentence എന്താ? I go to school every day. Every single day I go to school. Antonio, I hate school. Antonio, അങ്ങനെയൊന്നും പറയരുത് കൂട്ടാ. Having fever or disease, I'll not he. Okay, fine, Sachin. So your song is good. Thank you, Devananda. Okay. കാക്കേ കൂടെ എവിടെ? കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാനും കുഞ്ഞു വിശന്ന് കരഞ്ഞിടും. Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. अपने मौत, ha ha ha. Jingle bells, jingle all the way. Row your but Cristiano Ronaldo. ആരുടെ ക്രിസ്ത്യൻ? നൈസ് സോങ് മാൻ. താങ്ക് യു ആദി. എല്ലാവരും എന്റെ ബിഗ് ഫാൻസ് ആണ്. ഇവിടെ നമ്മുടെ ഓഫീസിൽ കുറെ ടീച്ചേഴ്സ്. ഷേദ മാമിന്റെ ബിഗ് ഫാൻ അല്ലേ? യെസ്. ആ, റൊണാൾഡോ ഫാൻ ആണ്. ആ, വെരി ഗുഡ്. എടാ, ഇത് പറയാൻ അൺമ്യൂട്ട് ചെയ്താണ്. എന്റെ പൊന്നെ, കമന്റ് ബോക്സിൽ ഇട്ടോ. സർ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോ ചായ കുടിച്ചു. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. സർ ഇന്ന് ഞാൻ എണീറ്റപ്പോ പല്ല് തേച്ചു. വെരി ഗുഡ്, പല്ല് തേക്കണം. പക്ഷെ ഇത് അൺമ്യൂട്ട് ചെയ്ത് പറയണ്ടല്ലോ, ചാറ്റ് ബോക്സിൽ ഇട്ടാ പോലെ അല്ലേ? ഞാൻ വായിക്കില്ലേ? യെസ്. ആരാധ്യ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മക്കളെ, നമ്മൾക്ക് എന്താണ് കൺസേൺ നോക്കാം. ആരാധ്യ ഇപ്പൊ പറയും, സാർ ഞാൻ ശ്വാസം വലിച്ചപ്പോ ഓക്സിജൻ അകത്തേക്ക് പോയി, എന്താ ചെയ്യാ? ആരാധ്യ പറഞ്ഞോ. ഡ്രോയിങ് നല്ല ഇഷ്ടമായി. താങ്ക് യു ആരാധ്യ. പക്ഷെ ഞാൻ ഇത് വരച്ചതല്ല, PPT ഞാൻ വേറെ ഡൂഡിൽ ആഡ് ചെയ്തതാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാറൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, കാറൊക്കെ എനിക്ക് വെരി ഈസി ആണ്. ഓക്കെ, കണ്ടോ? കാർ, പിന്നെ ട്രീസ്, പിന്നെ ഫോർ എക്സാമ്പിൾ മേഘം ഞാൻ വരയ്ക്കും. മരം ഞാൻ ഈസി ആയിട്ട് വരയ്ക്കും, മരം. ഓക്കെ, പിന്നെ വീടൊക്കെ ഞാൻ വരയ്ക്കും. വീടൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാ. ഓക്കെ, എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, സാർ ഇത് എവിടുന്നാ പഠിച്ചത്, എനിക്ക് കൂടി പഠിപ്പിച്ചു തരുമോ? പക്ഷെ ഞാൻ ആർക്കും പഠിപ്പിച്ചു തരില്ല. ഐ എം വെരി സെൽഫിഷ്. ഓക്കെ, അസൂയുള്ളവർ എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞു തരില്ല. ഓക്കെ, താങ്ക് യു ഗൈസ്. കാർ ഇസ് ഗോണ ക്രാഷ്. അത് നിങ്ങൾക്ക് അസൂയ. എന്റെ റോൾസ് റോയ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് പുച്ഛം. ഓക്കെ, അതിലൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. ഫൈൻ. എനിവേസ്, ആരാധ്യ പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ കാണിച്ചു എന്നുള്ളൂ. നെക്സ്റ്റ് വൺ, ഫ്യൂച്ചർ ടെൻസ് ടോക്സ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ. അതായത് അപ്കമിങ് എന്താണോ ഫ്യൂച്ചർ ടെൻസ്. ഇപ്പൊ നാളെ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. അതിപ്പോ നിങ്ങളുടെ സീക്രട്ട് ആണ്, നിങ്ങൾ ആരോടും പറയണ്ട. സോ അതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലെ? ടോക്സ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ, ദാറ്റ് ഈസ് ഫ്യൂച്ചർ. I'll be the next prime minister, that is future. സോ നാളെ നിങ്ങൾക്ക് പറയാം, ഈ പ്രൈം മിനിസ്റ്റർ മനോജ് സർ എനിക്ക് പണ്ട് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് പ്രൗഡ് ആയിട്ട് പറയാം. ഓക്കെ, സോ ഐ വിൽ ഡു മൈ ഹോംവർക്ക് ഇൻ ദ ഈവനിങ്. അത് കള്ളം, നിങ്ങൾ ഹോംവർക്ക് ചെയ്യാറില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിക്കോ, ഐ വിൽ ഡു മൈ ഹോംവർക്ക് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ചെയ്യാം. സർ ഐ ലവ് യുവർ ഡ്രോയിങ്, താങ്ക് യു. എക്സാമ്പിൾ, മിസ് വിൽ നോട്ട് കം ടുമോറോ. ഓ, അങ്ങനെയൊന്നും സംഭവിക്കില്ല ആന്റോണിയോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് വേണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓടി വരും. സാർ ഇപ്പം തന്നെ ആവും. ഇവിടെ അസൂയുള്ളവരൊന്നും പറയണ്ട, നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. പെട്ടെന്ന് എഴുതിക്കോ. ഫ്യൂച്ചർ ടെൻസ് ടോക്സ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ. മറക്കരുത്, പാസ്റ്റ് ടെൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, സംതിങ് വിച്ച് ഇസ് ഓൾറെഡി ഹാപ്പൻ അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് പ്രസന്റ് ടെൻസ്, സംതിങ് വിച്ച് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് പ്രസന്റ് ടെൻസ്. പാസ്റ്റ്, സംതിങ് വിച്ച് ഇസ് ഓൾറെഡി ഡൺ, കഴിഞ്ഞു.
Future tense എന്താ? Something which is going to happen. അല്ലേ? Something that is about to happen. Got it? So I do my homework in the bus. Very good. Sajit is like I will do homework every day at 6 p.m. Sir, please do Ronaldo. Oh, Ayush, ഇങ്ങനെ easy task ഒന്നും എനിക്ക് തരരുത്. റൊണാൾഡോ ഒക്കെ ഈസി ആണ് എനിക്ക്. Okay. Yes. നിങ്ങൾ കുറച്ച് ടഫ് ആയിട്ടുള്ള ടാസ്ക് തരും. ഇവിടെ കഴിഞ്ഞോ? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ഇതൊക്കെ എഴുതി കഴിഞ്ഞെങ്കിൽ പറയണോ കേട്ടോ. അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ ഈ സ്ലൈഡിൽ തന്നെ നിൽക്കും. പിന്നെ 2025 തീർന്നു പോവും. എഴുതി കഴിഞ്ഞോ? ക്യാൻ വി മൂവ് ഫോർവേഡ് ഗൈസ്? റൊണാൾഡോനെ അറിയാത്തവർ പെട്ടെന്ന് നോക്കിക്കോ. കഴിഞ്ഞോ? റൊണാൾഡോ വരക്കണ്ട കേട്ടോ. യെസ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഗൈസ്. നിങ്ങൾ എല്ലാവരും എന്റെ ഫാനാന്ന് അറിയാം. കാശ്നാഥ് പറഞ്ഞോ പെട്ടെന്ന്, നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകണ്ടേ. എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഓക്കെ, യെസ് കാശ്നാഥ്. റോബോട്ടോ കാർലോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. യെസ് കാശ്നാഥ്, ഇത് പറയാനാണല്ലേ ഹാൻഡ് റൈസ് ചെയ്ത് അഡ്മ്യൂട്ട് ചെയ്തത്. ഞാൻ വിചാരിച്ചു പാസ്റ്റ് ടെൻസിൽ ഭയങ്കര ഡൗട്ട് ആണെന്നാണ്. കാശ്നാഥ്, ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക, സോ ദാറ്റ് വി ക്യാൻ സേവ് ടൈം ഓഫ് ദി ക്ലാസ്. ഓക്കെ, ഞാൻ ഇമ്പോഷൻ പോലെ 100ാമത്തെ പ്രാവശ്യമാണ് ഇത് പറയുന്നത്. ഓക്കെ, തന്മയ പറഞ്ഞോ? ഇല്ല, ഓക്കെ ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ലെറ്റ്സ് പ്രാക്ടീസ്. സോ ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെടാ? എല്ലാവരും കമന്റ് ചെയ്തോട്ടോ. ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട. ക്വിക്ക് എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ട് ലെറ്റ് മീ സീ ഹൗ ആക്റ്റീവ് ആർ മൈ 6th grade സ്റ്റുഡന്റ്. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടാ. ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്രസന്റ് ഓർ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ? ഞാൻ ഹാൻഡ് റൈസ് ചെയ്യേണ്ട ചാറ്റ് ബോക്സ്. I ate breakfast. It is obviously past tense അല്ലേ? Past tense ആണ്. I study English. Present, future, past. Next question. I study English. I study English എന്താ? ഇപ്പൊ currently I am studying English, isn't it? So it is present tense. I study English. I will call my friend. I will call my friend. Will വന്ന എന്താ? It is future. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കും. ഓ, റിയൽ മാഡ്രിഡ്. യെസ് ഏബൻ. കണ്ടു. യെസ്, isn't it? I will call. ഏബൻ ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. മിസ്സായി പോകും, കോൺസെപ്റ്റ് മിസ്സാവും. നമ്മളെല്ലാ തമാശയ്ക്കും ഞാൻ സപ്പോർട്ട് ചെയ്യും, പക്ഷെ കോൺസെപ്റ്റ് സീരിയസ് ആയിട്ട് പഠിക്കണം. ഗ്രാമർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഷുഡ് റൈറ്റ് ദിസ്. യെസ്, എക്സാമ്പിൾ പെട്ടെന്ന് എഴുതിക്കോ. I will call my friend is future. It is future tense. Past tense, present tense and future tense. Yes, Rudev, Ronaldo the God. എല്ലാവരും പെട്ടെന്ന് എഴുതുക. കോൺസെപ്റ്റ് ആരും മറക്കരുത്. തമാശ കളിച്ചിട്ട് ആരും പറയരുത്. ഇബ്രാഹിം എഴുതുന്നില്ലേ? നോട്ട്സ് എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ. ഓക്കെ, എല്ലാരും ബുക്കിൽ ഇതുണ്ടാവണം. ആരും പറയരുത് സാർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു എഴുതിയിട്ടില്ല, ഞാൻ എല്ലാം പഠിച്ചു പക്ഷെ എഴുതിയിട്ടില്ല. പോരാ, യു ഷുഡ് റൈറ്റ് ദിസ് ഡൗൺ ക്വിക്ക്. I ate breakfast is an example for past tense. I study English is present. I will call my friend. I will എന്ന് പറഞ്ഞാൽ later I'll do it, isn't it? I will call my friend is future tense. Got it? Past, present, future. Sir, I really want you to take all subjects like science, maths, etc. Okay ഡാ സജിത്ത്, എല്ലാ സബ്ജക്റ്റും ഞാൻ വന്നെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് നിങ്ങള് സാറിനെ തൂക്കിലേറ്റുണ്ട്. ഏ സാറേ പറഞ്ഞോ, ഡൗട്ട് എന്താ? അയ്യോ, അടുത്ത ഹാൻഡ് റൈസ് എന്താന്ന് വെച്ചപ്പോ നത്തിങ് പറയാനാണ് ഹാൻഡ് റൈസ്. നത്തിങ് ഫോൺ വാങ്ങിക്കണം എന്നാണ്. എടാ, iPhone 14 Pro നിങ്ങള് ലാൻഡ്സ്കേപ്പ് മോഡിലല്ല പോർട്രേറ്റ് മോഡിലാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം കേട്ടോ. ഫോൺ ഇങ്ങനെയാണ് ഫോൺ വെച്ചിട്ടുള്ളതെങ്കിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ PPT ഫുൾ സ്ക്രീൻ കാണും. ഓക്കെ, അതിന്റെ ഇടയിൽ നന്ദിക യോഗ ചെയ്യുന്നുണ്ട്, കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. നന്ദിക പഠിച്ചോ? മനസ്സിലായോ കോൺസെപ്റ്റ്? ഓക്കെ ഫൈൻ. യെസ്, so let me move forward guys. I ate breakfast. I study English. Second statement കള്ളാണല്ലേ. ഓ, നിങ്ങൾ ആരും ഇംഗ്ലീഷ് പഠിക്കാറില്ല. I will call my friend. എന്തായാലും എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, വെരി ഗുഡ്. സർ, why are not Messi? Because I am not Ronaldo. എല്ലാരും കഴിഞ്ഞോ? സർ, ഡോണ്ട് ശ്വാസം മുട്ടൊന്ന് തിരിച്ച്. ഓക്കേടാ, അപ്പൊ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. അടുത്ത പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. പാസ്റ്റ് ടെൻസ് തിങ്സ് ദാറ്റ് ഓൾറെഡി ഹാപ്പൻ. സോ ക്ലൂ വേർഡ്സ്. പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ക്ലൂ വേർഡ്സ് ഉണ്ട്. സോ എല്ലാവരും ക്ലൂ വേർഡ്സ് എഴുതിക്കോ. യെസ്റ്റർഡേ ആണെങ്കിൽ പാസ്റ്റ് അല്ലേ, ഇന്നലെ അല്ലേ? നമ്മൾക്ക് പറയാൻ പറ്റുമോ യെസ്റ്റർഡേ ഐ ഏറ്റ് ഉള്ളിവട? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ അല്ലേ? അയ്യോ, നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾക്ക് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഓൾറെഡി കഴിഞ്ഞു. ഇറ്റ്സ് പാസ്റ്റ് ടെൻസ്. സോ ഒരു സെന്റൻസിൽ ഓൾറെഡി ഇഫ് വി ഹാവ് ദ വേർഡ് യെസ്റ്റർഡേ, ഇറ്റ് ഈസ് പാസ്റ്റ് ടെൻസ് ഫോർ ഷുവർ. സർ, ഓക്കെ, താങ്ക് യു. ദാക്വൻ ആരാധ്യ പറഞ്ഞോ? ആരാധ്യ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാരും ക്യൂരിയസ് ആയിരിക്കുക. യെസ്, ആരാധ്യ പറഞ്ഞോ.
ഇത് എഴുതണം. ക്ലൂ വേർഡ്സ് എഴുതിക്കോന്ന് ഞാൻ പറഞ്ഞല്ലോ. യെസ്, ദേവനന്ദ പറഞ്ഞോ. എല്ലാം എഴുതണ്ട. ക്ലൂ വേർഡ്സ് പാസ്റ്റ് ടെൻസ് എഴുതാ, എന്നിട്ട് ക്ലൂ വേർഡ്സ് എന്താന്ന് എഴുതാ. ക്ലൂ വേർഡ്സ് ഏതൊക്കെയാന്ന് എഴുതാ. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, എഗോ. എഗോ എന്നൊക്കെ ഉണ്ടെങ്കിൽ, എഗോ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി ഇപ്പൊ 10 years ago I was 1 year old. 10 വർഷം മുമ്പ് എനിക്ക് 1 വയസ്സായിരുന്നു, അങ്ങനെ പറയാലോ. ഇപ്പൊ ഞാൻ യങ് ആണ്, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം 10 വയസ്സായിട്ടുള്ളൂ. യെസ് ദേവനന്ദ പറഞ്ഞോ. ദേവനന്ദ ഓൾറെഡി കഴിഞ്ഞ കാര്യം. ഇപ്പൊ ദേവനന്ദ ഇന്നലെ എന്താ ചോറ് കഴിച്ചു. ഓക്കെ, സോ ഇറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. ഐ ഏറ്റ് ഫുഡ് യെസ്റ്റർഡേ. മനസ്സിലായി? സോ ഫോർ എക്സാമ്പിൾ ദേവനന്ദ പറയാണ് ഐ ആം ഈറ്റിംഗ് ഫുഡ് റൈറ്റ് നൗ. അതെന്താ? പ്രസന്റ് ടെൻസ്. ഐ വിൽ ഈറ്റ് ടുമോറോ എന്താ? ഫ്യൂച്ചർ ടെൻസ്. മനസ്സിലായില്ലേ? യെസ്. സോ ക്ലൂ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ദേവനന്ദ? യെസ്റ്റർഡേ എന്ന് ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ, ലാസ്റ്റ് നൈറ്റ് എന്നുണ്ടെങ്കിൽ, എഗോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഇതൊരു എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഈ 3 വാക്ക് മാത്രമല്ല, കുറെ വേർഡ്സ് ഉണ്ടാവും. ഇതൊരു എക്സാമ്പിൾ ആണ്. ആ സെന്റൻസിൽ യെസ്റ്റർഡേ എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് ഡേ, ഓൾറെഡി കഴിഞ്ഞു. സോ ലാസ്റ്റ് ഇയർ ഐ ഹാഡ് എന്താ പറയാ, ഐ വോൺ എ ട്രോഫി, ഐ വോൺ ഓസ്കാർ. ഒബ്വിയസ്ലി അതെന്താ? പാസ്റ്റ് ടെൻസ്. യെസ്. എക്സാമ്പിൾ, ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. സർ യു ഷുഡ് റൈറ്റ് ദിസ്. യെസ്. ആദികൃഷ്ണ ക്ലൂ വേർഡ്സ് എഴുതാ, എക്സാമ്പിൾ എഴുതാ, ടൈറ്റിൽ പാസ്റ്റ് ടെൻസ് എഴുതാ. തിങ്സ് ദാറ്റ് ഓൾറെഡി ഹാപ്പൻ നിങ്ങൾ ഓൾറെഡി എഴുതി, ഇത് എഴുതണം എന്നില്ല, പക്ഷെ പാസ്റ്റ് ടെൻസ് സൈഡ് ഹെഡിങ് എഴുതാ. ക്ലൂ വേർഡ്സ് എന്തൊക്കെയാന്ന് എഴുതുക, പാസ്റ്റ് ടെൻസിന്റെ ക്ലൂ വേർഡ്സ്, എക്സാമ്പിൾ സെന്റൻസും കൂടി എഴുതുക. ഓക്കെ. ആദികൃഷ്ണ പറയാണ് സർ ഐ ഏറ്റ് ചോറ് യെസ്റ്റർഡേ. വെരി ഗുഡ്. ഇൻ എവറി സാറ്റർഡേ ടീച്ച് ഇംഗ്ലീഷ്. ഓക്കേടാ. കാശിനാഥ് പറയാണ് ഹൗ മെനി ഇയേഴ്സ്. എനിക്കോ? കാശിനാഥ് എന്നെ കണ്ടറിഞ്ഞൂടാ. വെരി യങ്. 10 വയസ്സ്. 10 വയസ്സായിട്ടുള്ളൂ. മീശ ഞാൻ വെച്ച മീശ, ഇത് ഒറിജിനൽ അല്ല, ഫേക്കാ. നിങ്ങളുടെ ട്യൂട്ടർ അല്ലേ, അപ്പൊ കുറച്ച് താടി മീശയൊക്കെ വെക്കാന്ന് വിചാരിച്ചു. എന്നെ കണ്ടാ വെരി യങ് ആയിട്ട് തോന്നില്ലേ അല്ലെ? നിങ്ങൾക്കറിയോ ദിയ മീന പാലത്തിന് ലണ്ടൻ ബ്രിഡ്ജിന്റെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ദിയ സൂമില് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ലണ്ടൻ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് ക്ലാസ് കാണുന്നത്. നേരത്തെ ഇവിടെ മുബീൻ കാറിൽ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ദിയ ട്രാവലിംഗ് ആയിരിക്കും. പക്ഷെ നോക്കുമ്പോഴേക്കും ബ്രിഡ്ജ് പോകുന്നേ ഇല്ല. അപ്പോഴേക്കും എന്താ സൂം ബാക്ക്ഗ്രൗണ്ട്. നോ, 26 year old, you are 26. സജിത്തെ എന്നെ വെറുതെ കളിയാക്കിക്കും, ഇത്ര യങ് ആയിട്ടുള്ള സാറിന്. ലാസ്റ്റ് ഡേ ഇസ് മൈ മെമ്മറബിൾ ഡേ. വെരി ഗുഡ് എക്സാമ്പിൾ. യെസ്. സോ നെക്സ്റ്റ് വൺ ലെറ്റ്സ് പ്രാക്ടീസ് പ്രസന്റ് ടെൻസ്. എല്ലാവരും എഴുതിക്കോ. പ്രസന്റ് ടെൻസ് സൈഡ് ഹെഡിങ് കൊടുക്കുക. തിങ്സ് ദാറ്റ് ഹാപ്പൻ നൗ ഓർ എവറി ഡേ എഴുതേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി എഴുതി. ഓക്കെ. പക്ഷെ നിങ്ങൾ ക്ലൂ വേർഡ്സ് എഴുതണം, എക്സാമ്പിളും എഴുതണം. ക്വിക്ക്. പ്രസന്റ് ടെൻസിന്റെ ക്ലൂ വേർഡ്സ്. ഓട്ടോമാറ്റിക് സർവീസ് ഉണ്ട് ഇടയ്ക്ക്, എന്നാലും കുഴപ്പമില്ല. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. പ്രസന്റ് ടെൻസ് ആണ് അല്ലെ, എവറി ഡേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ ക്ലൂ വേർഡ്സ് എന്താ? എവറി ഡേ, ഓൾവേസ്, നൗ, അതൊക്കെയാണ് ക്ലൂ വേർഡ്സ്. ആൻമേരി പറയാണ് സർ യു ആർ 46. അതെ ആൻമേരി, ഞാനൊരു വടിയൊക്കെ പിടിച്ച് നടക്കാം. വേദിക പറയാണ് ഫാൾ സർ യു ആർ ഓൾഡ്. ഓക്കെ ഫൈൻ. അസൂയുള്ളവർ പലതും പറയും. ബഹിരാകാശത്ത് പോയ ആരാധ്യനെ പോലെ അല്ല എന്തായാലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാര്യം പറഞ്ഞപ്പോ എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ഇടാൻ പോയി. എടാ ബാക്ക്ഗ്രൗണ്ട് ഇടരുത് എന്ന് പറയാനാ ഞാൻ ആരായിരുന്നു ദിയേനെ കളിയാക്കിയത്. അല്ലാതെ എല്ലാരും പുതിയ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരും എന്ന് പറയാനല്ല. ആരാധ്യ ബഹിരാകാശമൊക്കെ ഇട്ടിട്ട് വന്നേക്കാം. സർ ആർ യു മാരീഡ് എന്നൊക്കെ. ദേവനന്ദ ഇത്രയും ചെറിയ വയസ്സുള്ള എന്നെ ഇല്ലീഗൽ അല്ല ഈ വയസ്സിലൊക്കെ കല്യാണം കഴിക്കാന്ന് വെച്ചാ. സർ യു ആർ ഓൺലി 7 years old. 7 അല്ലടാ, വെറുതെ കുറച്ച് പറയണ്ട, 10 years old. എടാ പ്രസന്റ് ടെൻസ് എഴുതിയോ? ക്യാൻ വി മൂവ് ഫോർവേഡ്? ഫ്യൂച്ചർ ടെൻസ്. ഞാൻ വാച്ച് യുവർ ഡൗട്ട് ക്വിക്ക്. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. ക്വിക്ക്. ഇല്ല, ഡൗട്ട് ഇല്ല. ഓക്കെ. അടുത്തത് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് സൈഡ് ഹെഡിങ് കൊടുക്കുക. ക്ലൂ വേർഡ്സ് ടുമോറോ, നെക്സ്റ്റ് വീക്ക്, ലേറ്റർ. എഴുതി കഴിഞ്ഞില്ല അല്ലെ? എടാ പ്രസന്റ് ടെൻസ് സൈഡ് ഹെഡിങ് കൊടുക്കുക. ഇത് എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾ ഓൾറെഡി എഴുതി. ഇൻസ്റ്റഡ് ക്ലൂ വേർഡ്സ് എഴുതാ. എവറി ഡേ, ഓൾവേസ്, നൗ. എക്സാമ്പിൾ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. അത് മാത്രം എഴുതിയാൽ മതി പെട്ടെന്ന്. ഇപ്പോഴെഴുതി കഴിഞ്ഞില്ല? ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഓട്ടോമാറ്റിക് സർവീസ് ഉണ്ട്, അതുകൊണ്ടാണ്. 1 second. യെസ്, പാസ്റ്റ് ടെൻസ് നിങ്ങൾ എഴുതി. പ്രസന്റ് ടെൻസ് പെട്ടെന്ന് എഴുതിക്കോ എഴുതാത്തവര്. എടാ 10 വർഷം ഒരു സ്ലൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കോൺസെപ്റ്റ് മുന്നോട്ട് പോകും? ആരാധ്യ എന്താ ഡൗട്ട് പറഞ്ഞോ, ചോദിച്ചോ.
പറയാൻ ഹാൻഡ് റൈസ് ചെയ്തു. ഓക്കെ, ആൻഡ് മേരി പറഞ്ഞോ. ഓ ഓക്കെ, സ്ലൈഡ് മാറ്റില്ലേ എന്ന് പറയാം. നിക്കിത പറഞ്ഞോ, സ്ലൈഡ് മാറ്റില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോവും. ആ പറഞ്ഞോ നിക്കിത, അൺമ്യൂട്ട് ചെയ്തോ. ആ പാസ്റ്റ് ടെൻസ് 2024 കാണിച്ച സ്ലൈഡ് അല്ലേ? ആ കഴിഞ്ഞ വർഷം കാണിച്ച സ്ലൈഡാണ് ഇപ്പൊ നിക്കിത ചോദിക്കുന്നത്. സർ ഇംഗ്ലീഷ് ഈസ് ഹാർഡ്. ഈസി അല്ല ആന്റോണിയോ, നമ്മൾ പഠിച്ചു പാസ്റ്റ് ടെൻസ് എന്താന്ന് പഠിച്ചു, പ്രസന്റ് ടെൻസ് പഠിച്ചു, ഫ്യൂച്ചർ ടെൻസ് പഠിക്കും. സോ ഈസി ആയിട്ട് ഓരോ വേർഡ്സ് എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കും, പ്രൊനൗൺസിയേഷൻ പ്രോപ്പർലി പഠിക്കും. ഷോബക്, ക്യാൻ യു പ്ലീസ് അൺമ്യൂട്ട്, വാട്ട്സ് എ ഡൗട്ട്? പാസ്റ്റ് ടെൻസ് എഴുതി കഴിഞ്ഞില്ലേ? ആ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ. കറന്റ്ലി എന്താണോ സംഭവിക്കുന്നത് അതാണ് പ്രസന്റ് ടെൻസ്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, അത് കറന്റ് അല്ലേ, ഓൾറെഡി കഴിഞ്ഞാലല്ലോ. സ്ഥിരം നമ്മൾ സ്കൂളിൽ പോകുന്നത്. സംതിങ് വിച്ച് ഇസ് ഹാപ്പനിങ് എവറി ഡേ, കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിനാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയാം. മനസ്സിലായ ഷോബക്? ഐ ആം ഈറ്റിംഗ് ഫുഡ് റൈറ്റ് നൗ അല്ലേ, അതൊരു പ്രസന്റ് ടെൻസ് ആണ്. ഗോട്ട് ഇറ്റ് ഷോബക്? യെസ്. സജിത്, വാട്ട്സ് യുവർ ഡൗട്ട്? കേൾക്കാൻ പറ്റുന്നില്ല സജിത്. യെസ് സജിത്. ആ ഡെയിലി ഹാബിറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. പ്രസന്റ് ടെൻസ് പല ആക്ഷൻസിൽ യൂസ് ചെയ്യാമല്ലോ. ദ ഫ്ലൈറ്റ് ഈസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ, പ്രസന്റ് ടെൻസ് അല്ലേ. ഫ്ലൈറ്റ് ഡെയിലി ഹാബിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ദ ട്രെയിൻ ഈസ് മൂവിങ് റൈറ്റ് നൗ, ഇതൊക്കെ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, സോ ഫ്യൂച്ചർ ടെൻസ് എല്ലാവരും എഴുതിക്കോളൂ. എടാ കുറെ സമയം എടുക്കരുത് കേട്ടോ, നമ്മൾ ഒരു സ്ലൈഡിൽ തന്നെ കുറെ സമയം എടുക്കുന്നുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. Things that will happen later. Now cross check with Julius. Can we extend the session of an hour more? Extend 8 or 8:30. Like is there a problem or is there like class overlapping for them? Ask them. Or ID, Zoom ID issue or something. Ask a new person. So what's your name? Adi Manoj. Check over here. Checking. Yeah, the other one. Come again. എടാ പറഞ്ഞോ, എന്താണ് ഡൗട്ട്? യെസ് ദേവനന്ദ, വാട്ട്സ് യുവർ ഡൗട്ട്? യെസ്. Yes, that's present tense. Okay. I ate food. That is past tense. Yes, correct. Something which has happened already, if it's already done, it's past tense. If you're doing it right now, it is present tense. Yes, if you are eating food, it's present. Correct. No, it's not about time. It's all about how you use the words. It's all about how you use the sentences. Got it? Okay. Fine, Sarayu. Thank you. Next day is my birthday. Advance happy birthday, Asiya. Yes. Mohammed Sheraz, what's your doubt, Sheraz? എടാ എന്റെ പാട്ട് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ. ആ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ പാടാം കേട്ടോ ഷെറാസ്. എവരിവൺ ഡൺ? ഫ്യൂച്ചർ ടെൻസ് സൈഡ് ആയിട്ടും കൊടുത്തിട്ട് നിങ്ങൾ എന്താ ക്ലൂ വേർഡ്സ് എഴുതിയത്? ടുമോറോ, നെക്സ്റ്റ് വീക്ക്, ലേറ്റർ, സംതിങ് വിച്ച് വിൽ ഹാപ്പൻ ലേറ്റർ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഐ വിൽ റീഡ് എ ബുക്ക് ടുമോറോ. നാളെ ഞാനൊരു ബുക്ക് വായിക്കും. ഇറ്റ് ഈസ് ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ. Sir, my mom came and saw your Ronaldo drawing. Okay, very good, Sajid. എല്ലാവരും എന്റെ ഫാൻ ആയിക്കോണം. Okay. Yes. So you are in which district in Kerala? Aradhya secret. Everyone done? Aradhya, ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല അന്ന്. I'm from San Francisco. Okay. കേരളത്തിലൊന്നും അല്ല ജനിച്ചത്, സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ചു വളർന്നുകൊണ്ട്. Okay. We can extend. We can extend as much if the students. Yes, okay. Fine.
So future tense, if you're done, let's move. Let's check out how will we use. നമ്മൾ എങ്ങനെ ഈ ഓരോ വേർഡ്സും ഓരോ സെന്റൻസിൽ പ്ലേസ് ചെയ്യുന്നത് നമ്മൾക്ക് പഠിക്കാം. ഓക്കെ, അവനിക്ക് കുഴപ്പമില്ല, നമ്മൾക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. എടാ കുറച്ച് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്ത് അരമണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്ത കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ പെട്ടെന്നായില്ല 1 hour, പെട്ടെന്ന് പോയി 1 hour കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ കുറെ എക്സ്റ്റെൻഡ് ചെയ്യില്ല, ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഈസ് നോട്ട് മൈ ബർത്ത്, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. എക്സാമ്പിൾ ആണ്. ഓക്കെ ഫൈൻ. സോ പാസ്റ്റ് നോക്കുക. സബ്ജക്ട് പ്ലസ് വേർബ്. സബ്ജക്ട് എന്താ? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ആക്ഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ എടുത്ത എക്സാമ്പിൾ നോക്കുക. ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. പ്ലേഡ് എന്താ? വേർബ്. വി ആർ ഡൂയിങ് ആൻ ആക്ഷൻ അല്ലെ? വിത്ത് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. ഓക്കെ, അവിടെ കളിക്കുന്നു നമ്മളൊരു സബ്ജക്ട് എന്താ? ഫ്രണ്ട്സും ആയിട്ട് വി ആർ ഡൂയിങ് സംതിങ്. ആ ഒരു ആക്ഷനെ നമ്മൾ വേർബ് എന്ന് പറയും. ഓക്കെ, ആ പഠിക്കൽ അവിടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ നമ്മൾ സബ്ജക്ട് എന്ന് പറയും. സോ പാസ്റ്റ് എന്ന് എഴുതുക. എല്ലാവരും ടേബിൾ എഴുതണമെന്നില്ല, ജസ്റ്റ് പാസ്റ്റ് എന്ന് എഴുതുക. ജസ്റ്റ് റൈറ്റ് പാസ്റ്റ് ഇൻ യുവർ ബുക്ക്, എന്നിട്ട് ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് സബ്ജക്ട് പ്ലസ് വേർബ്, അതാണ് പാസ്റ്റ് ഫോം. സോ ഫോർ എക്സാമ്പിൾ ഷീ എയ്റ്റ് റൈസ്. ഇതിൽ ഏതാ സബ്ജക്ട്, ഏതാണ് വേർബ്? എയ്റ്റ് എന്നുള്ളതാണ് വേർബ് അല്ലെ? ഷീ ആള് റൈസ് കഴിച്ചു, അതാണ് സബ്ജക്ട് അല്ലെ? ദിസ് പെർട്ടിക്കുലർ ഗേൾ എയ്റ്റ് റൈസ്, അതാണ് സബ്ജക്ട്. ദിസ് പെർട്ടിക്കുലർ ഗേൾ, ആ കുട്ടിയും കഴിക്കുന്നത് എന്താണ്? ഫുഡ് എന്താ? റൈസ് ആണ്. സോ അതാണ് അവിടുത്തെ സബ്ജക്ട്. വേർബ് എന്താ? എയ്റ്റ്, കഴിച്ചു. ആ ഒരു ആക്ഷന്റെ പറയുന്നതാണ് വേർബ്. എന്താണ് സജിത്? നോ സർ, സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഇഡിയോ. സജിത്ത് എവിടെ? സജിത്ത് ഹാൻഡ് റൈസ് ചെയ്തു. ഹായ് സൈറ. അയ്യോ, ഈ ടേബിൾ പോയി അല്ലെ? യെസ് സൈറ പറഞ്ഞു. ഹായ് സൈറ. സജിത് കൃഷ്ണ ഹാൻഡ് റൈസ് ചെയ്തോ? ക്ലിയർ ആയിട്ടില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. സൈറ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോ? സർ വെൻ വിൽ ദി ക്ലാസ് എൻഡ്? സിദ്ധാർത്ഥ് കുഴപ്പമില്ല, ഞാൻ കുറെ എടുക്കില്ല, ഒരു 5-10 minutes എക്സ്ട്രാ എടുക്കും, അത്രേ ഉള്ളൂ. സൈറ, there is no exam. എക്സാം ഇല്ല ആന്റോണിയോ. ഇവിടെ കുറെ ഹാൻഡ് റൈസ്. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഡൗട്ട് എന്താണെന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ക്വിക്ക് ക്വിക്ക്. യു വോണ്ട് റൈറ്റ് എക്സാമ്പിൾസ്. എക്സാമ്പിൾ എഴുതണം, എല്ലാവരും എക്സാമ്പിൾ എഴുതണം. പാസ്റ്റ് എന്ന് എഴുതുക, സബ്ജക്ട് പ്ലസ് വേർബ് എന്ന് എഴുതുക. സബ്ജക്ട് പ്ലസ് വേർബ്. സോ എക്സാമ്പിൾ എന്താ? ഷീ എയ്റ്റ് റൈസ്. ഇതിൽ എയ്റ്റ് എന്താ? വേർബ് ആണ്. ഇതാണ് വേർബ്. സബ്ജക്ട് എന്താ? ഷീ എയ്റ്റ് റൈസ്. ഷീ റൈസ്, അതായത് ആള് റൈസ് കഴിച്ചു, അതാണ് സബ്ജക്ട്. പിന്നെ ദ ക്ലാസ് ടിൽ 8:30 പ്ലീസ്, ഇറ്റ്സ് ഫൺ. അതികൃഷ്ണ അത്രയും ഡിലേ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എന്ന് അറിയില്ല, നോക്കാം. ലെറ്റ് സീ. എടാ കമന്റ് ചെയ്തോടാ, പറയാൻ ദേവദന്ത കമന്റ് ചെയ്തോ. കോമന്റ് ആൻസർ എവ്രിവൺ. സൈറ പറഞ്ഞോ, വാട്ട്സ് യുവർ ഡൗട്ട്? ഡൗട്ട് ആണെങ്കിൽ മാത്രം ഹാൻഡ് റൈസ് ചെയ്യാം, ബാക്കി എല്ലാവരും കമന്റ് ചെയ്യാം. ക്വിക്ക്. യെസ് യെസ് സൈറ. We'll see. Maximum half an hour, not below beyond that. Or else 10-15 minutes. നോക്കാം സൈറ. സൈറയ്ക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? കുഴപ്പമില്ല അല്ലെ? ഓക്കെ, ദേവനന്ദ പറഞ്ഞോ. ഓക്കെ, യു ക്യാൻ ഫിനിഷ് റൈറ്റിംഗ് ഫസ്റ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നുകൂടെ, കുഴപ്പമില്ല. എടാ ദേവനന്ദ പറയുന്നത് കറക്റ്റ് ഒരു കൺസേൺ ആണ്. അതായത് ഞാൻ പെട്ടെന്ന് എഴുതാൻ പറയുമ്പോൾ കുറച്ചുപേര് എഴുതുന്നതിൽ ശ്രദ്ധിക്കും, ഞാൻ പറയുന്നതിൽ ശ്രദ്ധിക്കില്ല. സോ മേക്ക് ഷുവർ യു ആർ ഫിനിഷ്ഡ് റൈറ്റിംഗ്. വൺസ് യു ആർ ഡൺ റൈറ്റിംഗ് ഐ വിൽ എക്സ്പ്ലെയിൻ. സോ നമ്മൾക്ക് സമയം പോവില്ല, മനസ്സിലായോ? ഫോർമുല ബ്രാക്കറ്റ് വി വോണ്ട് റൈറ്റ്. ഇല്ലില്ല, ഏതാ ഈ പാസ്റ്റ് ഫോം എന്നാണ്. ഇത് ബ്രാക്കറ്റ് ഇടണം. അത് പാസ്റ്റ് ഫോമിൽ പാസ്റ്റ് ആണ് ഇത് ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സർ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. ഞാൻ ഹെൽപ്പ് ചെയ്യാം മാൻ മേരി. യെസ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ പ്രസന്റ് ടെൻസിൽ എന്താണ് വരുന്നത്? സബ്ജക്ട് പ്ലസ് വേർബ്. ഇവിടെ ഷീ ഈറ്റ്സ് റൈസ്. ഇതിൽ ഏതായിരിക്കും വേർബ്? എല്ലാവരും കമന്റ് ചെയ്തേ. ആൻഡ് മേരി ഒന്ന് കമന്റ് ചെയ്ത്. ഇതിൽ വേർബ് ഏതായിരിക്കും? സബ്ജക്ട് എന്താ? ആള് റൈസ് കഴിക്കാണ്, ഹാവിങ് സംതിങ്, അതാണ് സബ്ജക്ട് അല്ലെ? ഷീ ഈറ്റ്സ് റൈസ്, ഈറ്റ്സ് അല്ലെ? കഴിക്കാണ്, ഫുഡ് കഴിക്കുന്ന ആ ആക്ഷനെയാണ് നമ്മൾ വേർബ് എന്ന് പറയും. സോ പ്രസന്റ് ആയതുകൊണ്ട് ഷീ ഈറ്റ്സ് റൈസ്, കറന്റ്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈറ്റ്സ് റൈസ്. സോ ആ ഒരു ഗേൾ ഈറ്റിംഗ് റൈസ് ആണ് സബ്ജക്ട്. ഓക്കെ, സബ്ജക്ട് പ്ലസ് വേർബ്. ഷീ ആണ് സബ്ജക്ട്, ആളാണ് സബ്ജക്ട്. ഈറ്റ്സ് എന്നുള്ളതാണ് വേർബ്. ഓക്കെ, സജിത് കൃഷ്ണ ഒന്ന് ലൗഡറായി പറയണേ. മോൻ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ഇരുന്നോ? കേൾക്കുന്നില്ല. യെസ് സജിത്, അൺമ്യൂട്ട് ചെയ്തോ.
ED സജിത്ത് ഉദ്ദേശിക്കുന്ന ഫോംഡ്, isn't it? Tuned, isn't it? പാർട്ടഡ്, ED വേർഡ്സ് വരുന്നല്ലേ, അതാണോ ED എന്ന് ഉദ്ദേശിക്കുന്നത് സജിത്ത്? അങ്ങനത്തെ വേർഡ്സിൽ വരും. യെസ്, ED വേർഡ്സ് വരും for sure. Yes. You want this to do? You're waiting for this? No. Okay. So Estia, എന്താ Estia? V1 form, verbally V1 form ആണ്. Yes. Yes. പറഞ്ഞോ Estia. അതെ, അതായത് ഡിപ്പെൻസ് ഓൺ സെന്റൻസ്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം V1 ഫോമിലാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലായി? ഓക്കെ. യെസ്. ദേവനന്ദ പറഞ്ഞോ. എടാ പെട്ടെന്ന് വിടാം, ഒരു 10 minutes കൂടെ എടുക്കുള്ളൂ, കൂടുതൽ എടുക്കില്ല കേട്ടോ. കമന്റ് ചെയ്തോ ദേവനന്ദ? യെസ്. ആരാധ്യ, ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാ, സമയം കളയല്ലേ. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ടൈം റൈറ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. അത് കുഴപ്പമില്ല ദേവനന്ദ. ING യൂസ് ചെയ്യുന്ന വാക്കും പ്രസന്റിൽ വരും. ഇപ്പൊ സജിത്ത് പറഞ്ഞില്ലേ ED വരുന്ന വേർഡ്സ് പാസ്റ്റിൽ വരുന്ന പറഞ്ഞ പോലെ ING വരുന്ന വേർഡ്സ് പ്രസന്റിൽ വരും. ഫോർ എക്സാമ്പിൾ ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, പ്ലേയിങ്, ഇതൊക്കെ എന്താ പ്രസന്റ് ആണ്. ഇപ്പൊ സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ചില വേർഡ്സ് ആ ING ഉണ്ടെങ്കിലും അത് പാസ്റ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആരാധ്യ ചോദിച്ചില്ലേ സാർ എല്ലാ ING വേർഡ്സ് വരുന്നതും പ്രസന്റ് ആവുമെന്ന്? ഇല്ല, കാരണം എല്ലാ വേർഡ്സും ആവില്ല. ഫോർ എക്സാമ്പിൾ ഐ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ, പ്രസന്റ് ആണോ ആരാധ്യ? ഐ വിൽ ബി പ്ലേയിങ് ടുമോറോ എന്ന് പറഞ്ഞാൽ അത് ഐയിലും പ്ലേയിങ് എന്ന് പറയുമ്പോൾ പ്ലേയിങ്ങിൽ ING ഇല്ലേ, സ്റ്റിൽ ആ സെന്റൻസ് എന്താ ഫ്യൂച്ചറില്ലേ. പക്ഷെ മോസ്റ്റ്ലി ING വരുന്നത് എന്താ? റൈറ്റ് നൗ ഐ എം മീറ്റിംഗ് റൈറ്റ് നൗ, ഐ എം പ്ലേയിങ് റൈറ്റ് നൗ. ഇതൊക്കെ എന്താ, ഏത് വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ അതിനനുസരിച്ചിരിക്കും. ഓക്കെ, ആക്ഷൻ വേർഡ്സ് നോക്കിയാൽ മതി. ദേവനന്ദ പറഞ്ഞോളൂ. സ്മാർട്ട് ബ്രെയിൻ. യെസ് ദേവനന്ദ. എന്താ ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പാസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ ഫോംസ്. ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വേർഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഈറ്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ ബേസ് ഫോം ആണ് ഈറ്റ്. ഓക്കെ, പാസ് ഫോം എന്താ? എയ്റ്റ്. ഓക്കെ, ഫ്യൂച്ചർ ഫോം എന്താ? വിൽ ഈറ്റ് എന്ന് വരും അല്ലെ. സോ അതിന് എല്ലാ വേർഡിന്റെ ബേസ് ഫോം എന്താ? പ്രസന്റ് ആണ്. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ റീഡ് എന്ന് പറയും, വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, സ്പെല്ലിംഗ് സെയിം ആണ്. പ്രസന്റ് ആണെങ്കിൽ റീഡ് എന്ന് പറയും. ഓൾറെഡി കഴിഞ്ഞതാണ് നമ്മൾ എന്ത് പറയും? റെഡ് എന്ന് പറയും. ബട്ട് സ്പെല്ലിംഗ് മാറുന്നുണ്ടോ? ഇല്ല, പക്ഷെ ബേസ് ഫോം എന്താ? റീഡ് ആണ്. മനസ്സിലായത് എന്താ പറഞ്ഞോ? പ്രസന്റ് ഫോം എടുക്കാം പറ്റും. ദേവനന്ദ, എല്ലാ വേർഡ്സിന്റെയും ബേസ് ഫോം ആണ് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ്. മനസ്സിലായോ? അതായത് ഇപ്പൊ സ്ലീപ്പിംഗ്, ഓക്കെ, നമ്മൾ പറയാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് അല്ല. ഓക്കെ, ബേസ് ഫോം. സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്. ഓക്കെ, വിൽ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ. സോ സ്ലീപ്പ് എന്ന് പറയുന്ന വേർഡ് ആണ് അതിന്റെ ബേസ് ഫോം. മനസ്സിലായോ? നമ്മള് എന്താ പറയാ, ഒരു അടിത്തറ എന്നൊക്കെ പറയില്ലേ, നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യാണ്. സ്ലീപ്പ് എന്ന് പറഞ്ഞ വേർഡിനെ മോഡിഫൈ ചെയ്തിട്ടാണ് പാസ്റ്റ് ആക്കുന്നത്, സ്ലെപ്റ്റ് എന്നാക്കുന്നത്. മനസ്സിലായോ? വിൽ സ്ലീപ്പ് ഫ്യൂച്ചർ ആക്കുന്നത് എന്താ? അതിന്റെ ഫ്യൂച്ചർ ടെൻസ് ആണ്. സോ അതിന്റെ ബേസ് ഫോം എന്താ? സ്ലീപ്പ്. അതെവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു? പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന്റെ ബേസ് ഫോം എന്ന് പറയുന്നത്. മനസ്സിലായോ ദേവനന്ദ? യെസ്. ഓക്കെ, ഫ്യൂച്ചർ മീൻസ് ഇനി നടക്കാൻ പോകുന്നത്. വിൽ സ്ലീപ്പ് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വെർബ്, അതായത് വിൽ സ്ലീപ്പ്, വിൽ ഡു, വിൽ ഈറ്റ്. യെസ്. ഷാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഫ്യൂച്ചർ ആണെന്നില്ല, നമ്മൾ ചെയ്യാവുന്ന ഉള്ള മീനിങ് തന്നെയാണ്. ഒരു എക്സാമ്പിൾ ആണ് വിൽ. അതായത് എല്ലാ വേർഡ്സിലും കൊണ്ടുപോയി വില്ല് യൂസ് ചെയ്യണമെന്നല്ല. വി ഷാൽ ഡു ഇറ്റ് ടുമോറോ എന്ന് പറയാം, സ്റ്റിൽ ഇറ്റ്സ് ഫ്യൂച്ചർ ടെൻസ്. ദേവനന്ദ, ഒരു സാധനം തന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നല്ല ദേവനന്ദ, ഇതൊരു എക്സാമ്പിൾ ആണ്.
മനസ്സിലായോ? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വേർബ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ഫ്യൂച്ചർ ആക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യും. ഷോൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ നോക്കാം. ആക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ അല്ലെ? വേർബ് അവിടെ സെയിം അല്ലേ? മനസ്സിലായോ? അതുകൊണ്ടാണ് വിൽ ജനറലൈസ്ഡ് ഫോർമാറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഷീ ഏറ്റ് റൈസ്. ഷീ സ്ലെപ്റ്റ് യെസ്റ്റർഡേ. ഇപ്പൊ ഫീൽ എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. അതിന്റെ പാസ്റ്റ് എന്താ? ഐ ഫെൽറ്റ് ഇറ്റ്. ഫെൽറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. No, she is sleeping right now, or she is sleeping. She will sleep. Okay. Yes. സജിത്ത് പറഞ്ഞോ. ബാക്കി എല്ലാവരും ഇത് എഴുതിയെടുക്കാട്ടോ, മറന്നു പോരുത്. ഫ്യൂച്ചർ ടെൻസിൽ എന്താ എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഫ്യൂച്ചർ ടെൻസിൽ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വേർബ്. ഇതൊരു എക്സാമ്പിൾ ആണ്. വിൽ അല്ലാണ്ട് വേറെ വേർഡ്സും വരാം. Got it? So please don't forget it. Yes. Yes, സജിത്ത് പറഞ്ഞോളൂ. Yes, museum, Sajid. Yes. Yes, I have been in the museum. Got it. Gone, done, any forms museum. Yes, Sajid. അതൊക്കെ അതിന്റെ ഡീറ്റെയിൽ വേർഷൻ ആണ്. ജസ്റ്റ് ബേസ് വേർഷൻ. നമ്മൾ ഒരു സാധനം ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുക, അതിന്റെ വേർഷൻ ആണ്. ഇതിന്റെ പല പല ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഉണ്ട്. പാസ്റ്റ് പ്രിൻസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ, അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. Got it? Yes. ഇത് ജസ്റ്റ് ബേസിക് present, future, past tenses. That's it. Okay. There is an exam. No, there exam ഇല്ല. Over sir, next please. Sir, കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്യണ്ടേ? നമ്മൾ ഓൾറെഡി ഇന്നത്തെ മേജർ കോൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഡീഷണൽ ടൈം ഇരിക്കാന്ന് പറഞ്ഞത്. മനസ്സിലായ സരയു? വെറുതെ നെക്സ്റ്റിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ? എല്ലാവരുടെയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യണ്ടേ സരയു? കറക്റ്റ് അല്ലേ? യെസ്, യെസ്, ഫൈൻ. എനിവേസ്, സൈറ പറഞ്ഞോളൂ. യെസ്, ഫൈൻ സൈറ. നമ്മൾ പുതിയ കോൺസെപ്റ്റ് ഒന്നും എടുക്കില്ല, ലീവ് ചെയ്തോളൂ. യെസ്, ശോഭക് പറഞ്ഞോ. ശോഭക്, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി സംഭവിച്ച കാര്യങ്ങൾ. സോ യെസ്റ്റർഡേ ഐ ഗോട്ട് 10 മാർക്സ് ഇൻ സ്കൂൾ, അല്ലെങ്കിൽ ഐ ഗോട്ട് 10 മാർക്സ് ഇൻ ഫിസിക്സ്. സോ യെസ്റ്റർഡേ ആണെങ്കിൽ എന്താ? ഓൾറെഡി കഴിഞ്ഞു അല്ലെ ശോഭക്? ഓൾറെഡി കഴിഞ്ഞ ടെൻസസിനെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും സെന്റൻസിൽ ഓൾറെഡി കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. മനസ്സിലായ ശോഭക്? ഓക്കെ. മൈഥിലി പറഞ്ഞോളൂ. ഫ്യൂച്ചർ ടെൻസ് ഇനി നടക്കാൻ പോകുന്നത്. ടുമോറോ ഐ വിൽ സ്ലീപ്, ഐ വിൽ ഈറ്റ് റൈസ്, അതാണ് ഫ്യൂച്ചർ ടെൻസ് ഇനി നടക്കാൻ പോകുന്നത്. ഓക്കെ. യെസ്, ദക്വൻ പറഞ്ഞോളൂ. ഓക്കെ, ഓക്കെ. നോ, വി ഡിഡ്ന്റ് കവർ എനിത്തിങ്. നമ്മള് ഫ്യൂച്ചർ, പാസ്റ്റ്, പ്രസന്റ് ടെൻസിന്റെ എക്സാമ്പിൾ നോക്കി, എന്നിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ടേബിൾ ചെക്ക് ചെയ്യായിരുന്നു ദക്വൻ. ഓക്കെ. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓൾറെഡി എഴുതിയില്ലേ? സോ ഇത് അതിന്റെ ഫോർമുലയാണ്. അതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതിന്റെ എക്സാമ്പിൾ ഫോർമുലയാണ്. ഓക്കെ. എന്താ ദക്വൻ? പ്രസന്റ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഹാപ്പനിങ് റൈറ്റ് നോ. കറന്റ് എന്താണ് സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, സോ ഷീ ഈറ്റ്സ് റൈസ്, ഷീ ഈസ് സ്ലീപ്പിംഗ്. ഓക്കെ. റൈറ്റ് നൗ ഐ ആം ടോക്കിംഗ്. ഇതൊക്കെ പ്രസന്റ് ആണ്. കറന്റ് ഇപ്പൊ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രസന്റ് ടെൻസ്. ഓക്കെ. യെസ്, ദേവനന്ദ പറഞ്ഞോളൂ. കറന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ ദക്വാൻ? കറന്റ് എന്താണോ ചെയ്യുന്നത് അതാണ് പ്രസന്റ് ടെൻസ്. സോ ഐ എം ഈറ്റിംഗ് ഫുഡ് റൈറ്റ് നൗ, മൈ ഐസ് ആർ ബ്ലിങ്കിങ്, ഇതാണ് പ്രസന്റ് ടെൻസ്. കറന്റ് നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് പ്രസന്റ് ടെൻസ്. ഓക്കെ. എടാ, ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കണേ, കാരണം സെയിം ഡൗട്ട് തന്നെയാണ്. കുറച്ചു മുമ്പ് ദക്വാൻ പറഞ്ഞു കൊടുത്തു, അത് തന്നെ ദേവനന്ദ സർ പ്രസന്റ് ടെൻസ് എന്താണ്. അപ്പം പറഞ്ഞ കാര്യം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ. യെസ്, ഹാമിസ് പറഞ്ഞു. ഹാമിസ്, ആ നമ്പറൊന്നും ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. ആ
എന്താ പറഞ്ഞോടോ, മലയാളത്തിൽ പറഞ്ഞോ. ഓ, 8 മണി വരെ എടുക്കൂ ക്ലാസ്, ഹ്യൂജ് ഫാൻ ആണെന്നൊക്കെ. ഓക്കേടാ ഹാമിസ്, ഞാൻ എടുക്കാം. യെസ് ധ്യാൻ പറഞ്ഞോളൂ. ധ്യാനെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഓൾറെഡി കഴിഞ്ഞ സംഭവം, അതാണ് പാസ്റ്റ് ടെൻസ്. ഇപ്പൊ യെസ്റ്റർഡേ ഐ എയ്റ്റ് ഫുഡ്, യെസ്റ്റർഡേ ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഓൾറെഡി ചെയ്തു, ഓൾറെഡി കഴിഞ്ഞു, അതാണ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ഇന്നലെ ഞാൻ ഹോംവർക്ക് എഴുതി, ഇന്നലെ ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, യെസ്റ്റർഡേ അറ്റൻഡ് ഇംഗ്ലീഷ് ക്ലാസ്. അല്ലെങ്കിൽ 10 days ബിഫോർ ഐ ലോസ് മൈ മെമ്മറി, അങ്ങനെയൊക്കെ പറയാം. ഓൾറെഡി കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് പാസ്റ്റ് ടെൻസ്. മനസ്സിലായത് ഞാൻ? യെസ്. റിമൈനിങ് സ്റ്റുഡൻസ്, നിങ്ങൾ ഓൾറെഡി കോൺസെപ്റ്റ് പാസ്റ്റ് ടെൻസ് എന്താ, ഫ്യൂച്ചർ എന്താ, പ്രസന്റ് എന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ യു ക്യാൻ ലീവ്. യെസ് ആരാധ്യ പറഞ്ഞോളൂ. ഉം, ഉം. വരും. പാസ്റ്റ് ടെൻസിലല്ല, ഫ്യൂച്ചറിലും വരും, പ്രസന്റിലും വരും. ആ, പാസ്റ്റ് ടെൻസിലും വരും. ഹി വാസ് ഡൂയിങ് ദാറ്റ് യെസ്റ്റർഡേ. ഹി വാസ് ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ആയില്ലേ? യെസ്റ്റർഡേ ഐ വാസ് ഈറ്റിംഗ് ഫുഡ്, യെസ്റ്റർഡേ ഐ വാസ് സ്ലീപ്പിംഗ് ലേറ്റ് നൈറ്റ്, അല്ലെങ്കിൽ യെസ്റ്റർഡേ ലേറ്റ് നൈറ്റ് ഐ വാസ് സ്ലീപ്പിംഗ്, ഇന്നലെ ലേറ്റ് നൈറ്റ് ഞാൻ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഉറങ്ങുമായിരുന്നു. അപ്പൊ ഐ എൻ ജി വരില്ലേ? അവിടെ വാസ് ഉപയോഗിച്ച മാറില്ലേ? വില്ല് യൂസ് ചെയ്യുന്ന പോലെ വാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ the sentence will change, right? Isn't it? റയാൻ പറഞ്ഞോളൂ. സർ ഐ ഹാവ് നോ ഡൗട്ട്. സാറിന്റെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം. യെസ് നയൻതിക, ക്ലാസ് ഓവർ ആണ്, കോൺസെപ്റ്റ് ഒക്കെ കവർ ചെയ്തു. യെസ് റയാൻ പറഞ്ഞോളൂ. നോ എക്സാം, തക്കുവൻ എക്സാം ഇല്ല, ഗ്രാമർ സെഷൻ അല്ലേ. യെസ് റയാൻ പറഞ്ഞോളൂ. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് വേർബ്, അതായത് ഇപ്പൊ ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷീ ഈറ്റ്സ് റൈസ്. ഓക്കെ, അതിന്റെ കൂടെ ഷീ വിൽ ഈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ എന്താ, വില്ല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്യൂച്ചർ ടെൻസ് ആയി. ഇവിടെ ഈറ്റ് എന്താ, വേർബ് ആണ്. സോ ഇവിടെ ഷീ വിൽ ഈറ്റ് എന്നായപ്പോ അത് ഫ്യൂച്ചർ ആയി. അവിടെ ഈറ്റ് എന്താ, വേർബ് ആണ്. സോ നമ്മൾ എന്താ പറയുന്നത്, വിൽ പ്ലസ് വേർബ് എന്താ, ഫ്യൂച്ചർ ആവും. സോ ഷീ വിൽ ഈറ്റ് റൈസ്, ഈറ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണ്, സോ അതിന് വേർബ് എന്ന് വിളിക്കും. അതിന്റെ കൂടെ വില്ല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ് ആയി. വില്ല് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അവിടെ ഷാൾ വരാം, മേ വരാം, മൈറ്റ് വരാം. ഓക്കെ, അങ്ങനെ പല വേർഡ്സും വരാം. ദേവനന്ദ പറഞ്ഞോളൂ. ബ്രേക്ക് ആയിട്ടാണ് കേട്ടത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? വിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. എന്തെങ്കിലും നടക്കാൻ പോവാണെങ്കിൽ വിൽ ഈറ്റ്, വിൽ കുക്ക്, വിൽ സ്ലീപ്പ്, അങ്ങനെ പറയും. മനസ്സിലായോ റയാൻ? ഒരു തംസപ്പ് കാണിച്ച്. യെസ്. ദേവനന്ദ പറഞ്ഞോളൂ. യെസ്, ക്യാൻ വി ലീവ് എന്ന് ചോദിക്കുന്നുണ്ട് കുറെ പേര്. ലീവ് ചെയ്തോളൂ, ഡൗട്ട് ഒന്നും ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം, എക്സാം ഇല്ല. ആര്യൻ പറഞ്ഞോളൂ. ഇല്ല, വേറെ സ്ലൈഡ് ഒന്നും ഇല്ല ദേവനന്ദ, മിസ്സാവില്ല. ആര്യൻ പറഞ്ഞോളൂ. ഓ, ഇത് ചോദിക്കാനാണ് ആര്യൻ. ഇപ്പോഴല്ലടാ ഞാൻ പറഞ്ഞത്, ഡൗട്ട് ഒന്നും ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിരിക്കരുത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാൻ ഞാൻ പറയുമ്പോ. ആ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡൗട്ട് ഉള്ളവർ മാത്രം നിന്നാ മതി, ബാക്കി ഡൗട്ട് ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. യെസ്, അവനിച്ച പറഞ്ഞോളൂ. ഇല്ല, എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവനിച്ച നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ അതുപോലെ കട്ടായിട്ട് കേൾക്കും. ആ, ഓക്കെ. പ്രിത്തന്യ പറഞ്ഞോ. ആ, ലീവ് ചെയ്തോളൂ കേട്ടോ, ഡൗട്ട് ഒന്നും ഇല്ലാത്തവർ ലീവ് ചെയ്തോളൂ. ബൈ ബൈ ഗൈസ്. യെസ് പ്രിത്തന്യ. യെസ്, ബൈ ആദികൃഷ്ണ. എടാ ഇപ്പൊ സമയം ലേറ്റ് ആയില്ലടാ, നെക്സ്റ്റ് ക്ലാസ്സിൽ പാടാ കേട്ടോ. ആരാധ്യ പറഞ്ഞോ. ആ, കഴിഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ എല്ലാ സ്ലൈഡും കഴിഞ്ഞു. യെസ് ദക്വാൻ പറഞ്ഞോളൂ. ദക്വാനെ ഞാൻ ചാറ്റ് ബോക്സിൽ ദക്വാൻ ഇട്ടപ്പോ എന്താ പറഞ്ഞത്?
ഞാൻ ദക്വാൻ കമന്റ് ചെയ്തിരുന്നില്ല എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ എന്താ റിപ്ലൈ പറഞ്ഞത് അതിന്? ഗ്രാമർ ക്ലാസ് ആയതുകൊണ്ട് എക്സാം ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ദക്വാൻ. ആ പോയിക്കോളൂ. മിസ് പറഞ്ഞോളൂ. ആ റെക്കോർഡ് കിട്ടണമെങ്കിൽ ക്ലാസ് ടീച്ചറിനോട് ചോദിച്ചാൽ മതി കേട്ടോ. മിസ്. ഓക്കെ. ദിയ പറഞ്ഞോളൂ. ദിയ നെക്സ്റ്റ് ക്ലാസ്സിൽ പാടാം. ഇന്ന് കുറച്ച് ലേറ്റ് ആയില്ലേ, അതുകൊണ്ടാ കേട്ടോ. യെസ്, ആദ്യം പറഞ്ഞോ. ആ പടം വരയ്ക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പടം വരയ്ക്കാം. ഓക്കെ. ദേവനന്ദ പറഞ്ഞോളൂ. ആ ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല. നികിത പറഞ്ഞോളൂ. ഇല്ല ഇല്ല, റിവിഷൻ ഇല്ല ഇന്ന്. ഓക്കെ, ഫൈൻ ഫൈൻ ദെൻ ഗൈസ്. സോ താങ്ക് യു എവ്രി വൺ. ഗുഡ് നൈറ്റ് എല്ലാവരും. താങ്ക് യു, ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ധ്യാൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓൾ ഗുഡ്? യെസ്, ധ്യാന്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. ഡൗട്ട് ഒന്നുമില്ലല്ലോ ധ്യാന്റെ അമ്മ? എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീപാർത്ഥൻ ഇല്ല, കൺസേൺസ് ഒന്നും ഇല്ലല്ലോ. മാം എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല അല്ലേ? Okay. Fine then guys. Thank you. That's all for today. Bye bye. See you all.